കർക്കിടകത്തിൽ ശുക്രൻ യക്ഷസഹിതായക്ഷി പൂർവ്വസ്വഭാവത്തിലാണ് ചന്ദ്രാശിയാവേണ്ട പൗരാണികത്വമുണ്ടതിൽ അത് വ്യാഴനിഷ്ഠവും വ്യാഴബന്ധം വരുമ്പോൾ ഒരു കാലം ബ്രാഹ്മണന്റെ അതായത് പിന്നെ ഈ ബാധയിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് കർക്കിടക രാശി വരുമ്പോൾ അഗ്നിഗ്രഹക എന്ന് കാണിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ പറഞ്ഞല്ലോ കർക്കിടകത്തിലാകുമ്പോൾ അല്ലേ അഗ്നിഗ്രഹങ്ങൾ അഥവാ പ്രസിദ്ധങ്ങളായ യജ്ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദേവതയാണ്. അതിന്റെ അത് നാലാം ഭാവപതിയായിട്ടായതുകൊണ്ട് ദേശത്ത് മുഴുവനുണ്ട്. ഈ നാലാം ഭാവം എന്ന് വെച്ചാൽ ഇവിടുന്നൊരു ഉച്ചാടനം മാത്രമേ വേണ്ടിയുള്ളൂ, അല്ലാണ്ട് മറ്റിവിടുന്നൊരു മറ്റു കൽപ്പന വേണ്ടിയില്ല. കാരണം നാലാം ഭാവപതിയായിട്ട് നിൽക്കുന്ന ആളെ പ്രദേശമകലം ചതുർത്ഥേന ഈ ഗ്രാമത്തിന് മുഴുവനും ബന്ധപ്പെട്ടതാണ് ആ യക്ഷി വിഷയം. അത് അല്പം ഇവിടെയും ബാധിക്കുന്നുണ്ട്. അതാണ് കണ്ടത്. ഇനി അടുത്ത ദോഷ നിരൂപണം ഏകാഗ്രം എന്ന ദോഷമാണ്. ഏകാഗ്രം വരുമെന്നാകൽ സംശയം ഉണ്ടാകും നാൽക്കാലിനാശവും. അതാണല്ലേ. അപ്പൊ ഏകാഗ്രം വന്നതാകിൽ കൂവേ വീഴും അസംശയം. അത് വീഴും എന്നുള്ളത് കൊണ്ട് ഭാവിയിലേക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വീഴും അല്ലേ. അത്തേ നിയോജകത്തിങ്കൽ അണമെന്ന് വിധായകെ ആം അനുജ്ഞായകത്തിനും മൂന്ന് താൻ ഭാവി രൂപജം. വീഴട്ടെ, വീഴണം, വീഴും. നിയോജകം അല്ലേ ഓരോ അത് പിന്നെ വീഴും എന്നുള്ളതായതുകൊണ്ട് ഭാവിയിലേക്കാ സൂക്ഷിക്കേണ്ടത്. ഇവിടെ ഈ പരിസരത്ത് വെച്ചെന്തെങ്കിലും ജലത്തിൽ വെച്ചുള്ള മരണങ്ങൾ കൂപം എന്നുള്ളത് കൊണ്ട് കുളം കിണറുകൾ മാത്രം കാണണ്ട, ജലാശയങ്ങൾ ഉണ്ടാകുന്ന മരണങ്ങൾ പ്രദേശത്ത് വ്യാപിക്കും. ഈ ദോഷങ്ങളൊക്കെ കൊണ്ട് ദേശത്ത് നിന്ന് ജലത്തിൽ വെച്ചുള്ള മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അഥവാ ഞേനുചാകലതായിടും ആത്മഹത്യാ പ്രവണത അല്ലെ, തൂങ്ങി മരിച്ചേക്കുവാ, മറ്റുള്ള കാര്യം ദുർബുദ്ധികളൊക്കെ തൂങ്ങിപ്പോവാം. നാൽക്കാലി നാശവും, പിന്നെ നാൽക്കാലികൾക്കുള്ള നാശവും, പശുക്കൾ മുതലായ കാര്യങ്ങളൊക്കെ നാശം വരുത്തി സൂക്ഷിക്കുന്നത്. ഈ പ്രദേശത്ത് അങ്ങനെ ദോഷമുണ്ട്, പ്രയാസം നന്നായിട്ടുണ്ട്. അപ്പോൾ ഈ ബാധാനിവൃത്തി വരുമ്പോൾ ഈ നാടിന് അഭിവൃദ്ധി ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ചുരുക്കം എന്താ, നമ്മൾ ഇന്നലെ കണ്ട ആ രക്ഷസിൻ്റെ ദുരിതവും പിന്നെ ഇന്ന് അഥവാ ഇന്നലെ കണ്ട യോഗീശ്വരൻ്റെ ദോഷമൊക്കെ ഈ ഗ്രാമത്തിന് മുഴുവൻ ബാധിക്കുന്നുണ്ട് കേട്ടോ. അല്ലാണ്ട് ഈ ഭഗവാനടുത്ത് മാത്രമല്ല, ഈ ഗ്രാമത്തിന് മുഴുവനും ബാധിക്കുന്നുണ്ട് എന്നെ അത് മനസ്സിലാക്കിയിട്ട് പാതാപ്രകരണം പാതാദോഷം തീർത്തോട്ടെ. അതാണ് ഇതിൻ്റെ വിഷയം. പിന്നെ 4ലേക്ക് ചൊവ്വയും വ്യാഴവും ഏകരാശി നിൽക്കുമ്പോൾ അതൊരു വിഷയം വരുമ്പോൾ ഇവിടുത്തെ നമ്മുടെ ജലാശയം ഉണ്ടല്ലോ, ഇവിടുത്തെ കുളം, ഇവിടുത്തെ ജലാശയം, ഇതും ഒന്ന് സൂക്ഷ്മമായി ചിന്തിച്ചിട്ട് മാലിന്യ പരിഹാരം അവിടെ നോക്കണം. ബാധാപ്രേതോദ്ഭവസ്ഥിതിവതി ബാധകേ അനിഷ്ടഭേവാ തത്ര രക്ഷാംശ സംബന്ധോ യദി കുജസഹിതോ മാന്തിര ആരക്ഷിതോ വാ പ്രേതസ്യാലഗ്നിശസ്ത്രം. അതിൽ ആ ചിന്തയും കൂടി അവിടെ വേണം. അങ്ങനെയാണെങ്കിൽ ബാധകാധിപനായ ശുക്രൻ ഗുളികനോട് ചേർന്നിട്ട് ചൊവ്വാദൃഷ്ടിയിൽ നിൽക്കുന്നുണ്ട്. ഗുളികന് ചൊവ്വാദൃഷ്ടി വരുമ്പോഴാണ് ആചാര്യം പ്രേതബാധ വിഷയത്തിൽ പറഞ്ഞത്. തത്ര ആരക്ഷാംഗ സംസ്ഥോയിൽ കുജസഹിതോ മാന്നി ആരക്ഷിതോ വ. കുജസഹിതനായിട്ടോ കുജദുഷ്ടനായിട്ടോ വരുന്ന ആ ഗുളികൻ അഗ്നി, ശസ്ത്രം മുതലായ കാര്യങ്ങളെ കൊണ്ട് മരിച്ച ആത്മാക്കളുടെ ശല്യവും ഈ ആരൂഢത്തിനുണ്ട്. അഥവാ തീ കൊണ്ട് മരിച്ചത് ദുർമരണം ബാധിച്ച പ്രേതാത്മാക്കളുടെ വിഷയം ഈ ആരൂഢത്തിൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ ചിന്തിച്ചത് ബ്രാഹ്മണ വിഷയം മാത്രം, അത് മാത്രം പോരാ. അത് പിന്നെ പ്രേതസ് ജാതിജ്ഞാസ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമാർഗാചാര്യൻ പറഞ്ഞിട്ടുണ്ട്. അത് 3ാം ഭാവാധിപനോട് ചേർന്ന 3ാം ഭാവൂതിയ ചൊവ്വയാണെങ്കിൽ പരിചാരകന്മാര് ഇതിനെ ഇങ്ങനെ ഈ മറ്റ് അമ്പലവാസി വിഭാഗത്തിൽപ്പെട്ടവരല്ലാത്ത ആൾക്കാരുടെ ദുർമരണവും ഉണ്ട്. ഒന്നുകൂടി ആ ഭാഗം എടുക്കുമ്പോ അമ്പലവാസി വിഭാഗത്തിൽ ഏത് വിഭാഗത്തിൽ ദുർമരണത്തിന്റെ അതെന്നുവെച്ചാൽ പിന്നെ അർക്കസിപ്രോ രാജാവന്നന്റെ ഒരു പരിഭാഷത്വം പറയുന്നത്, ഉത്തമ ബ്രാഹ്മണൻ വ്യാഴം, ശുക്രൻ മധ്യമ വിപ്രനാം, പൂണുനൂലോട് വേർപെട്ട രാജതുല്യനതാം കുജൻ. ചുവയാങ്കിൽ ഉപനയനം ഇല്ലാത്തതും അമ്പലവാസിയാണ്. രണ്ടുമായിട്ട് ഉപനയനം ഇല്ലാത്തതുമാണ് ക്ഷേത്രത്തിന്റെ ബന്ധപ്പെട്ടവരാണ്. മനസ്സിലായില്ലേ? അങ്ങനെ വിഭാഗത്തിന്റെ ഒരു ദോഷം
ഉപനയനമില്ലാത്ത ആളാണ്, പക്ഷേ ക്ഷേത്ര ദുർമൃതി അത് ദുർമൃതിയാണ്. അത് ആ ചൊവ്വാദൃഷ്ടി കൊണ്ട് പൂർണ്ണമായി സമർപ്പിക്കണം. മറ്റേത് ഗുരുശുക്രന്മാരെപ്പോഴും നമുക്ക് വിപ്രഗ്രഹങ്ങളാണ്. വിപ്രാദിത ശുക്രഗുരു കുജാർക്കൗ ശശീബുധശ്ചിതൊണ്ടിജാനാം ചന്ദ്രാർക്കജീവാത്മസി യഥാക്രമം സത്വസ്തമാംസി. ഇത് കാണിച്ചതിൽ ചൊവ്വാദുഷ്ടമായിട്ട് പ്രേതകാരന് ചൊവ്വാബന്ധമോ ഉണ്ടെങ്കിൽ ബാധകാദികൾ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ചൊവ്വയായതുകൊണ്ട് അത് അമ്പലവാസിയാണ്, അത് പൂണമില്ലാത്ത ആളാണ്, എന്നാൽ അമ്പലവാസിയാണ്. ആരാറ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ പ്രധാനപ്പെട്ട ആളാണ്. അതിൽ വിഷയമുണ്ട്, അതിന് മോക്ഷം വരുത്താം. ഓ പ്രേതത്തിന്റെ വരുന്ന സമയത്ത് ആചാര്യം പറഞ്ഞു, സ്വാൽ സ്വക്ഷാൽ സ്വതുങ്കാത് സന്ധ്യാസന്ദേഹത്തിലെ പ്രേതസംഖ്യാ വിചാരേതു മാന്യാംശേ തസ്യ തല്ലവൈഹി. ഗുളികൻ നിൽക്കുന്ന രാശിയിൽ നിന്ന് ഗുളികന്റെ നവാംശകം വരെ ചിന്തിക്കുമ്പോൾ പ്രധാനപ്പെട്ട 5 വർഗങ്ങളായിരിക്കുന്ന പ്രേതാത്മാക്കളെ ഉണ്ട് ഇവിടെ. സംഖ്യ നവാംശ തുല്യ. അത് ലഗ്നാംശത്തോട് ചേർന്ന് നിൽക്കുന്നതാകുമ്പോൾ ആഭ്യന്തരത്തിലുള്ളവരാണിത്. അത് വ്യാഴങ്ങളാണ്. വ്യാഴക്ഷേത്രമായിട്ട് നിൽക്കുന്നതുകൊണ്ട് വിപ്രഗ്രഹങ്ങളായിട്ട് നിൽക്കുന്ന ബ്രാഹ്മണരത്ര പിന്നെ മറ്റു അത് നമുക്ക് പ്രത്യേകം ചിന്തിച്ചാൽ വിപ്രവർഗത്തിൽ നിന്നും ഇതിൽ നിന്ന് നവാംശക രാശിയിൽ നിന്നും ഭാവാദികൾ ഭുക്താംശകം ചെയ്തിരിക്കുന്ന രാശി 6ആണ്. അപ്പോൾ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട 6 പേരുണ്ട് തിരുമേനി. മറ്റു വിഭാഗത്തിൽ അഥവാ ബുധ ചന്ദ്രവർണ്ണ ശനി, അതായത് മറ്റ് ഇതര വർണ്ണം ചിന്തിക്കുന്ന സമയത്ത് ഈ ചൊവ്വയിൽ നിന്ന് അതായത് നവാംശക ദൃഷ്ടി വരുമ്പോൾ ചൊവ്വയുടെ നവാംശവും 2, ചൊവ്വ നിൽക്കുന്ന രാശിയും 2ാമത്തെ അംശവും അത് 1ാംശമാകുമ്പോൾ ഈ അമ്പലവാസി വിഭാഗത്തിൽപ്പെട്ട 3 സമുദായത്തിന്റെ കർത്തൃത്വമുള്ളത്. അത് 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 മാരാറ് അങ്ങനെ വിഭാഗത്തിൽപ്പെട്ട അത് ചൊവ്വയുടെ മിഥുനം രാശി അംശം വന്നാൽ സ്ത്രീ പുംസോർ മിഥുനം 1 ആണും പെണ്ണുണ്ട്. കഴകവൃത്തിയായിരിക്കുന്ന സ്ത്രീ വിഭാഗം നമുക്കത് ഈ ഒരു ഘടന നമുക്ക് ഉണ്ടല്ലോ അല്ലെ. ആവാഹന എന്നൊക്കെ എടുക്കുമ്പോൾ വർഗം കണക്കാക്കിയിട്ട് പിന്നെ അമ്പലവാസി വിഭാഗം അതിൽ തന്നെ അങ്ങനെ ദുർമതിയായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകിച്ച് സൗമ്യാനാം അംശരാശിൻ ഗതപതി വിജേ സ്വക്ഷതുങ്കാദികേവാ ജീവർക്ഷസ്തേ വിശേഷ നിയതേഹവന പുത്രമിത്ര ദ്വിവേദ നീചാരാത്യാലയസ്ഥോ രവിഭുവി ബന്ധുവിർദുഃഖിതസ്ഥൻ സർപ്പത്രംശ അത്ര തിഷ്ഠതി അഹിഗുളികോ വേദക്ഷിതേ സർപ്പദംഷ്ട്ര. അപ്പോൾ പിന്നെ സൗമ്യഗ്രഹങ്ങളുടെ ബന്ധമുണ്ടാണെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥമുക്തിയെ പറയാം, പാപസംസർഗമാണെങ്കിൽ അവമുക്തിയെ പറയാം. അത് പിന്നെ അംശരാശിന് ഗതപതി രവിജെ, അത് ശനിയെ കൊണ്ട് ആചാരം നിശ്ചയിച്ചു വെച്ചത്, രവിജനെ കൊണ്ടാണ്. അത് ആചാരം ഗുളികനായിട്ടല്ല എടുത്തത്. പിന്നെ കൃഷ്ണമാർഗാചാര്യൻ അതിൽ സ്വസ്ഥമുക്തി ചിന്തിക്കുന്ന സമയത്ത് ശനീനെ ഗുളികൾ ചിന്തിക്കണം. കാലശബ്ദം പ്രയോഗിച്ചതുകൊണ്ട് ശനിയിലേക്ക് ശരിക്ക് കാലന് പര്യായമുണ്ടല്ലോ, കാലൻ നിന്ന് രസിതൽ നിന്നുമാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സൗമ്യക്ഷേത്രത്തിൽ അംശം ചെയ്തുകൊണ്ട് സ്വസ്ഥമുക്തികളായിരിക്കുന്ന ആൾക്കാരുണ്ട്. സൗമ്യാനാം അംശരാശിൻ ഗതപതി രവിജേ പുത്രമിത്രാദ്വേദ ജീവക്ഷസ്തേ വിശേഷാനിയതം ഇഹ പുന പുത്രമിത്രാദ്വേദ. അപ്പൊ ഈ അമ്പലമായിട്ട് ആശ്രയിച്ച് ഒരു കുടുംബം താമസിച്ചിരുന്നു, ഒരു അമ്പലവാസി കുടുംബം. ഇതിനൊക്കെ മുഴുവൻ നടത്തിച്ച ഇല്ലത്തെ കാര്യങ്ങൾ മുഴുവൻ നേരെയാക്കി കൊണ്ടൊരു പരമ്പരയുള്ള ഒരു അമ്പലവാസി വിഭാഗത്തിന്റെ പരിസരത്ത് ഉണ്ടായിരുന്നു. അവരുടെ ഒരു പ്രേതബാധാദോഷം ഇവിടെ ബാധിക്കുന്നുണ്ട്. പുത്രമിത്രാദ്വേദന്മാരാണ്. പുത്രമിത്രാദ്വേദം വെച്ചാല് ഗൃഹസ്ഥന്മാർ എല്ലാം ഉള്ള മക്കളും ബുദ്ധിമുട്ടുള്ള ഭഗവാന്റെ എല്ലാ കാര്യവും ഒരു കാലത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ കഴിഞ്ഞവരാണ്. അവരൊരു വിഷയം പിന്നെ അതിലൊരു പ്രയാസം എന്ന് വെച്ചാൽ അതൊരു ശുക്രക്ഷേത്രമായിട്ട് വരികയും ആ ശുക്രൻ 4 അംശിക്കുകയും ചെയ്യുന്നുണ്ട്. ആ പ്രേതേന്ദ്ര ചിന്തിച്ച 4ാം ഭാവത്തു നിന്ന് അങ്ങനെ വിഭാഗം ഉണ്ടെന്ന് കണ്ട അഥവാ ശനിയുടെ നവാംശം കൊണ്ടാണ് ചിന്ത പോയത്. അവിടെ 4 അംശിച്ചാൽ അവരെ ഗൃഹാന്തർഭാഗത്തുനിന്നൊരു ശ്രീചക്ര ആരാധനയോ എന്തോ ഒരു ആരാധന നടത്തിയത് മുടങ്ങിപ്പോയതിന്റെ ദോഷം നിൽക്കുന്നു. ആ വിഭാഗത്തിന് അവരെ ഗൃഹാന്തർഭാഗത്ത് ഒരു ആരാധനാ സമ്പ്രദായം ഉണ്ടായിരുന്നു, അത് നശിച്ചു പോയിരുന്നു. അറിയില്ല.
ഉണ്ടായിരുന്നു, അല്ലേ? നശിച്ചിട്ടുണ്ട്. ഏവം തക്ഷേത്രം ഉണ്ടാവുമല്ലോ, അതിന്റെ ഈ ചുറ്റുപാട് താമസം പറയുമ്പോ എനിക്ക് ശോകം അല്ലേ? ഏവം നക്ഷത്രമുഖ്യ പരിചനകൃതം. ഒരു അമ്പലം ഉണ്ടെങ്കിൽ ആ അമ്പലത്തിന് ഇന്ന ഭാഗത്ത് നിന്ന് ആൾക്കാർ താമസിക്കും, ഇന്ന ഭാഗം ഇന്ന സ്ഥലത്ത് ഉണ്ടാവുന്നൊരു നിയമം നമ്മളെ സമ്പ്രദായത്തിലുണ്ട്. അപ്പോൾ ആ സമ്പ്രദായത്തിൽ ഇതിൻ്റെ പാർശ്വഭാഗത്ത് വെളിപ്പാടകലെ ഇവിടുത്തെ കാര്യങ്ങൾക്ക് ഒരു ശുദ്ധത മാറാതെ കാര്യം നിവർത്തിച്ചു കൊടുക്കാനുള്ള വഴിയോടുകൂടി ആൾക്കാരുണ്ടാവും. ഈ അമ്പലത്തിലേക്കൊരു ഒരു വഴി ഉണ്ടാവുമല്ലോ, മറ്റൊരു ഭേദം മുറിയാണ്ട് ശുദ്ധം മാറാണ്ട് ഇടത്തേക്ക് വന്നിട്ട് കാര്യം നിവർത്തിച്ചു കൊടുക്കാനുള്ള മാലകെട്ടല് കൊടുക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. പക്ഷെ അവര് നാശം വരാനുള്ള കാരണം അവർക്ക് മനസ്താപത്തോട് മാനസിക അതിന്റെ അടിസ്ഥാന ദോഷം എന്ന് വെച്ചാൽ ചൊവ്വ ലഗ്നത്തിൽ വന്നാലേ വിലഗ്നെ ദന്തലോഹാഗ്നി ഭീതി എന്തോ ഒരു വിഷയം അവർക്കുണ്ട്. അതിൽ ചൊവ്വാദുഷ്ടമായ ഒരു ശുക്രൻ 4ാം ഭാവത്തുള്ളതുകൊണ്ടും ബുധനോട് സംസർഗമുള്ളത് കൊണ്ടും ഈ അവർക്കൊരു പാരമ്പര്യമായ എന്തോ ധർമ്മത ഉപാസന ഉണ്ടായിരുന്നു. അതിലൊരു ശുക്രധർമ്മം ഉള്ളത് കൊണ്ട് ഒന്നൊരു ശ്രീയക്രാവട്ടെ, ശുക്രനായോണ്ട് ഇനിയിപ്പം മറ്റു ദേവന്മാർ ആയിക്കൂടാതല്ല, ഗോചരം കൊണ്ട് ചിങ്ങൻ രാശിയിലെ ശുക്രനാണ് ശ്രീയക്രാരാധന വിഭാഗമാണ്. അത് നമ്മളത് പരിഹരിക്കണം. പക്ഷെ അതിന്റെ പ്രേതപരിപാടി ഇതാണ്. മറ്റേ തറവാട്ട് വിഷയം പിന്നെ അവർ അംഗസംഖ്യ വ്യാഴദുഷ്ടമായതുകൊണ്ട് ആ പരമ്പരയുണ്ട്. പക്ഷെ അവരിവിടെ വന്നിട്ടില്ല. ഈ ആ പരമ്പര നശിച്ചു എന്ന് പറയുന്ന അവിടെ വ്യാഴമുണ്ടല്ലോ, ഒരുപാട് ദുരിതങ്ങൾ അവർക്കുണ്ട് അല്ലേ? വ്യാഴം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ചേച്ചിയായിരുന്നു ഇവിടെ തൊട്ടപ്പുറത്തായിരുന്നു. രണ്ടാമക്കളല്ലേ? ആ, ഒരാൾ മരിച്ചു, മറ്റൊരാൾ ഇപ്പോഴുണ്ടോ ചെന്നൈയിലേട്ടനാണ്. വളരെ ദയനീയമായിട്ട് ഇവരിങ്ങനെ ഇവിടെ മാലകെട്ടലും ഇതൊക്കെ ആയിട്ട് എൻ്റെ അറിവില്ല, ഒരു 5-6 വയസ്സുള്ള എല്ലാവർക്കും അറിയും ഒരു വിധം. കൃത്യമായിട്ട് ഇങ്ങനെ ചെയ്ത് വളരെ സങ്കടത്തോട് പറഞ്ഞ് എനിക്ക് കഴിയുന്നില്ല. ഏതോ ഒരു നമ്പൂതിരിയുടെ വേളി ചെമ്മ കൈതപ്പുറത്താക്കുന്നില്ല, ഓർമ്മയുണ്ട്. ചേച്ചി എന്നാ പറയാം, കൃത്യമായി ചെയ്യും, വളരെ ഇതായിട്ട് എല്ലാം വേണ്ടി കൂട്ടില്ല അധികം ഒന്നും കിട്ടൂല. ഇപ്പൊ ഒരു മോനുണ്ടാ, അതൊന്നും അറിയില്ല. അതാ ഇയാൾ പറയുന്ന അയാൾക്കൊന്നും അറിയില്ല. അങ്ങനെ അവര് ഈ ബ്രാഹ്മണരുടെ ചിന്തയില് 6ഓളം ഉണ്ടെന്ന് പറഞ്ഞു. അത് ചിന്തിക്കാറാമോ? അതെ, ഇവിടുന്ന് അഥവാ അതിന് നവാംശകം അഥവാ ഇത് ബ്രഹ്മത്വമുള്ള വിഭാഗത്തിന്റെ മരണത്തെ ചിന്തിക്കുന്ന രാശി നമ്മൾ ചിന്തിച്ചത് ഗുളികന്റെ നവാംശമാക്കുന്ന ഒരാളുണ്ടല്ലോ, സുതുങ്കാൽ എന്ന നിയമം ഉദ്ധരിച്ചിട്ടാണ് ഇങ്ങനെ വന്നത്. അവിടുത്തെ സംഖ്യ കണക്കാക്കുമ്പോൾ ഭുക്തേ സമാനം പ്രവചിച്ച സംഖ്യ, അതാ ഭുക്തി കൊണ്ടോ ഗൃഹദൃഷ്ടി കൊണ്ടോ സംഖ്യയാണെങ്കിൽ ഇത് 6. അതിൽ അന്തർഗതരാശോ ബലവാൻ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് അങ്ങോട്ട് ചിന്തിക്കും. ഇതിൽ അന്തർഗതമായ രാശിയിൽ എത്ര പാവഗ്രഹം എത്ര ശുഭഗ്രഹം നോക്കിയിട്ടാണ് അതിന് മൃത്യു സ്വഭാവങ്ങൾ കണക്കാക്കുന്നത്. അതിലൊന്ന് ശനിബന്ധവും ഒന്ന് രാഹുബന്ധവും. അത് അങ്ങനെയാണെങ്കിൽ ഒരു വിപ്ര പരമ്പര നമ്മൾ ഇന്നലെ ചിന്തിച്ച നേരത്തെ ചിന്തിച്ച രക്ഷസിനെ പുറമെ ഇതിലെവിടെയോ ഒരു വിഷാംശം കൊണ്ട് മരിച്ചൊരു വിഷയം വേറെ നിൽക്കുന്നുണ്ട്. ശനിബന്ധം കൊണ്ട് ഒരു വീഴ്ചയും ചിന്തിക്കണം. തീർച്ചയായും വരും. ശനിബന്ധം കൊണ്ട് ഒരു വീഴ്ചയും ആ 12ലെ രാഹുവംശവും 4ലെ രാഹുസ്ഥിതിയും കൊണ്ട് ഒരു വിഷൂചികമായ ദോഷങ്ങൾ. മൃത്യുഗ്രഹക്ഷണേന വിരിഭി സദ്ധാതുകോമദ്ഭവേത് തത് സംയുക്ത ഭാതൃകോ വീര്യാന്വിതോ ഭൂരിഭി അഗ്നി. മനസ്സിലല്ലേ? 8ലെ ഒരു ആള് മൃത്യുഗ്രഹക്ഷണേന വിരിഭി സദ്ധാതുകോമദ്ഭവേത്. 8ൽ നിൽക്കുന്ന ഗ്രഹത്തെയും നിങ്ങൾക്ക് ചിന്തിക്കണം ആ സന്ദർഭത്തിലെങ്കിൽ. ഈ ബ്രാഹ്മണ ചിന്തയിൽ അഷ്ടമത്തിൽ ഉളിയൻ അഷ്ടമത്തിൽ സൂര്യൻ വന്നാൽ തീവച്ച് വരിച്ച ഒരു ബ്രാഹ്മണ പരമ്പരയുടെ ദുരിതം ഈ ദേശത്ത് പൗർണികമായിട്ടുണ്ട്. അഗ്നി കൊണ്ട് മരിച്ചൊരു ബ്രാഹ്മണ പരമ്പര. അഗ്നി സൂര്യനാങ്കിൽ അഗ്നി, ചന്ദ്രനാങ്കിൽ അമ്പു, ചൊവ്വയാങ്കിൽ ആയുധം. അഗ്നി അമ്പു ആയുധജ ജ്വരാമയകൃത കൃത അഷ്ടമേ സൂര്യാദ്യേ. അങ്ങനെ ഒരു ഗോചരം അങ്ങനെയാണെങ്കിൽ അങ്ങനെ അഗ്നി വിട്ട് മരിച്ച് ആ ബ്രാഹ്മണ ഗ്രഹം ഈ ക്ഷേത്രത്തിന്റെ തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ അതിന്റെ ദിഗ്നിർണയത്തിൽ അംശേഷോക്ത ദിശം പിന്നെ യാതൊരു ഗ്രഹം ഏത് രാശിയിലേക്ക് സഞ്ചരിക്കുന്നോ ആ ദിശയാണ് ചിന്തിക്കേണ്ടത്. അഥവാ പിന്നെ ദിഗ്നാമ പ്ലവൈ യവനൈരുദാഹൃത പ്രോക്ത. ഇതിന്റെ ഈ വൃശ്ചകാധിഷ്ഠിതമായ രാശിയും യോഗം ചിന്തിക്കുമ്പോൾ ഇതിന്റെ ഈ അഗ്നികോണമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളെ കുറിച്ചുള്ള കോണം ഇങ്ങനെ പോണത്.
ഇങ്ങനെ ഈ ദിക്കല ഒരു നാശോന്മുഖമായ ഭവനം ഇങ്ങനെ ഒരു ഏതോ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ നശിച്ചൊരു വീട്. ഇന്ന് അവിടെ എന്തുണ്ടെന്ന് വെച്ചാൽ കർക്കിടകൻ രാശിയായിട്ട് സൂര്യൻ വന്നുകൊണ്ട് ഒരു പഴയ ഒരു കിണറും ഒരു സങ്കേതവും അതിന്റെ സ്ഥാനാർത്ഥം ഇന്ന് അവിടെ അത് കാലാന്തരത്തിൽ വേറൊരു ഇല്ലക്കാരുടെ കയ്യിൽ വന്നു. ആയിട്ടുണ്ടാവും. അത് അവർക്ക് വല്ല ദുരിതം സംഭവിച്ചിട്ടുണ്ട്. അല്ല അങ്ങനെ പോണോ തിരുവേലി അല്ല, അങ്ങനെ വരുന്നത് അല്ല, അങ്ങനെ ആവശ്യമുണ്ടോ? സൂചന കിട്ടിയത് അതൊന്നും പോണ്ട ഉണ്ണികൃഷ്ണ. അതിനൊരു ഭേദം വരും കൊടുത്തേക്കന്നെ. അതൊന്നുമില്ല, നമുക്ക് ഇവിടെ ബാധിക്കുന്നതിനെ നോക്കുള്ളൂ. പോണ്ട കടന്നില്ല, കാര്യം നടക്കണ്ടേ, ഓർഡറിന് പോരാ. ഒരു തെളിവ് കിട്ടുന്ന അത് പറഞ്ഞില്ല. നമുക്ക് മുന്നോട്ട് പോണ്ടേ. അത് ആ വലിയൊരു ഇഷ്യൂ ആണ്. അതും അങ്ങനെ അതിന്റെ മൃത്യു സ്വഭാവം മനസ്സിലാക്കി പരിഹരിക്കാം. അതിന്റെ കഥയിലേക്ക് പോണ്ട. ഇന്നലെ പറഞ്ഞ ആയിക്കോട്ടെ, ആയിക്കോട്ടെ. ഇന്നാണത് അത് നശിച്ചിട്ടുണ്ട്. അവിടെ കർക്കിടക രാശി പരിവർത്തനം വന്നിട്ടുണ്ട്. അവിടെ വ്യാഴമാംശം വന്നാൽ മറ്റുള്ളവർ കിട്ടിയെന്ന് പറയാം. ഗുരുശുക്രന്മാർ അവിടെ ബലവത്തായിട്ട് അംശയിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിന്റെ ആദവും ഭാവഫലം സ്ഥാനജന്യം തതപ്പരം അംശോത്ഭവം പശ്ചാത് നിൽപ്പിന്റെ ഫലം ആദിത്യ ഫലവും പിന്നെ സ്ഥാനഫലം പിന്നുള്ള ഫലവും അംശഫലം അതിനുശേഷ ഫലമാണെങ്കിൽ എന്ന് പറഞ്ഞ പോലെ അവിടെ മറ്റ് ഇല്ലക്കാർ അതിനെ ഗുരുശുക്രന്മാർ അതുണ്ട് ദിക്കിതാണ്. അപ്പൊ നമുക്ക് അതിനെന്ത് വേണം? ആ അഗ്നി കൊണ്ട് മരിച്ച ആ പ്രേതാത്മാക്കളെ പ്രത്യേകം കണ്ടെത്തി അതിന്റെ പരിഹാരം വെക്കണം. ഭാവത്തിനും തൽപ്പടിക്കും ഭാവകാർക്ക് ഗ്രഹത്തിനും മൂർക്കും ബലമുണ്ടെങ്കിൽ ഭാവസമ്പത്തിലൊഴിടാം. ഇത് ധനുരാശിയുണ്ടോ പ്രേതമുണ്ടോ ബ്രാഹ്മണ ചിന്തിക്കുകയെന്ന് വെച്ചാൽ ആ ഭാവത്തിന് ഭാവം തൽപ്പടി കാരകൻ. കാരകൻ ചൊവ്വാണ് കാക്ക. ഓ തീർച്ചയായിട്ടും ചൊവ്വാ വ്യാഴാണ്. ലഗ്നം യാതൊരു ഇന്നിവരുടെ പരമ്പരയിൽ അങ്ങനെ ഇപ്പൊ ഒരു ഭാവം ചിന്തിക്കുന്നത് ഭാവമായിട്ടാണ് കണക്കാക്കുന്നതെങ്കിൽ ഇവിടെ കാര്യഗ്രഹം സൂര്യനാണ്. എന്തുകൊണ്ട് ദ്വിമണി അവരമന്ത്രി ഭാവാധിപനും വ്യാഴം കാരകൻ സൂര്യൻ ഭാവാധിപൻ വ്യാഴം തൽപതി ഭാവം ഭാവപതി സ്വാമി കാരക അങ്ങനല്ലേ അതിന്റെ നിയമം. അപ്പോ വ്യാഴം സൂര്യൻ ഈ ധനുരാശി ഇത് മൂന്നാണ് സിദ്ധാസാധനം. അപ്പൊ കാരകൻ അനിഷ്ടസ്ഥനായി ഭാവത അനിഷ്ടസ്ഥനായി ഭാവം ചൊവ്വാദൃഷ്ടം കൊണ്ട് നശിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ പിന്നെ രണ്ട് അതിപ്രധാനങ്ങളായിട്ട് നിലങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്, ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട ഇല്ലം ഇവിടുന്ന് പൂർണ്ണമായിട്ട് ഇല്ലാണ്ടായിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞല്ലോ പിന്നെ ഭാവവും ഭാവവതിയും കാര്യം മൂന്നാളും കഴിച്ചാൽ പിന്നെ എന്നിട്ട് ഭാവദൃഷ്ടം വന്നാൽ ഈ സാധനം തീരെ ഇല്ലാണ്ടായില്ലേ. ഇന്നല്ലേ ശുഭദൃഷ്ടി ശുഭയോഗം ഇല്ലാണ്ട് ഭാവോ ഭാവപദശ്ച കാരകവശാൽ തപ്തൽ ഫലം ചിന്തയിൽ എന്ന് പറഞ്ഞാ പറഞ്ഞോ. പിന്നെ ഭാവാദീശേജ ഭാവേ സതി ബലരഹിതേ ജഗ്രഹേ കാരകാക്ഷി ഭാവാന്തസ്തേജ ഭാവേ രവി അതായത് ഭാവനാശ അവസാനം പറയാം ഇത് ഭാവം നശിച്ചു. ഭാവാദീശേജ ഭാവേ സതി ബലരഹിതേ ജഗ്രഹേ കാരകാക്ഷി ഭാവം ഭാവവതി അന്ന് കാണിച്ച സാധനവും ഒന്ന് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ പാവാന്തസ്തേജ പാവേരവി പാവദൃഷ്ടി പാവമധ്യവാസം വന്നിട്ട് അഥവാ പാവദൃഷ്ടമായിട്ട് ശുഭയോഗം ഇല്ലെങ്കിൽ തം ഭാവം നശിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ദോദ്വോ കോണകത വിമൂർത്തിയാന്ന് കണക്കൂട്ടിയിട്ട് ഈ കേന്ദ്രത്തിലെ ജംഗാംശയെ ബുധവീക്ഷണി എന്ന് കണക്കാക്കിയാൽ ഊരാള വിഭാഗത്തിന്റെ 4 ബ്രാഹ്മണ കുലം ഇവിടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് 2 ബ്രാഹ്മണ കുലം ശ്രേഷ്ഠമായ കുലമാണ്. 4 പ്രസിദ്ധമായ ബ്രാഹ്മണ കുലം ഈ മണ്ണിന്ന് പൂർവ്വകാലല്ലേ അങ്ങേ ചിന്തിക്കണ്ട. നമ്മൾ ഈ ഊരാള വിഭാഗമായിട്ട് വന്നതിന് ശേഷം തന്നെ 4ഓളം പരമ്പര ഇന്ന് ഒന്ന് അങ്ങേയറ്റം ക്ഷീണിച്ചിട്ട് ക്ഷീണത്തിന്റെ വക്കിൽ ഇത് എപ്പാ പോവാന്നറിയാതെ അവസ്ഥയിൽ പരമ്പര. വേറൊരു സംശയം, സൂര്യസുതു നപുംസകാഖ്യ യോഗം കൊണ്ട് ബുധനും ശനിയും പരസ്പര വീക്ഷണം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ദത്ത് വന്ന ലക്ഷണം വല്ലതും ഉണ്ടോ? ദത്തിന് സൂചിപ്പിക്കുന്നതല്ലേ പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ദ്വന്ദ്വരാശി ആരൂഢായിട്ട് ശനിവീക്ഷണവും ബുധവീക്ഷണവും ഉണ്ടെങ്കിൽ
ഇത് ഒന്ന് നശിച്ചിട്ട് മറ്റൊന്ന് വന്നാണ്. ഇത് ദത്ത് ഉണ്ട് ഇതിനുള്ളിൽ. ദത്തുണ്ട്. പിന്നെ 2 കുലം പൂർണ്ണമായി നശിച്ചു പോയിട്ടുണ്ട്. 1 നശിച്ചതിന് ശേഷം ദത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഊരാള വിഭാഗത്തിൽ ഇന്നൊരു പരമ്പര ഈ നാശത്തിന്റെ വക്കിലേക്ക് ഇനി ഈശ്വരായ പരമ്പരയിൽ ഇനി ആൺകുട്ടികൾ ഉണ്ടാവൂലേ, ഇനി ഈ പരമ്പര തീർന്നു പോകാൻ ശങ്കിക്കുന്നൊരു പരമ്പരയിലുണ്ട്. ഏഴിലെ ചൊവ്വ തന്നെ കിട്ടുമല്ലോ അതല്ലേ? ശരി. മാന്തം സുദക്ഷം വ്യതിവാദ ബൗദ്ധം മാന്ത്യക്കപുത്രാന്യത വീക്ഷിതസ്ഥേ ദത്താത്മയസ്യാദി സുനാസംബന്ധഹീനേ അല്ലേ? അപ്പോ അതായത് സുനാസംബന്ധഹീനമായിട്ട് 5ാം ഭാവാദിന്റെ യോഗദൃഷ്ടിയില്ലാതെ എവിടെയെങ്കിലും 5ാം ഭാവം ബുധക്ഷേത്രമോ ശനിക്ഷേത്രമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്താവും? അത് ദത്തുപുത്ര യോഗ. അങ്ങനെ ചൊല്ലിയാണ് മാറ്റി ധരിക്കണ്ട. പുത്രസ്ഥാനെ ബുധക്ഷേത്രേ മന്ദക്ഷേത്രേ ധവാസതി മാനമാനീതേ സൃഷ്ടേ പുത്രോ ദത്താദേശ. അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ ആ പൂർവ്വമെന്ന വംശാന്തം വന്ന പൂർവ്വപരമ്പരയുടെ പൈതൃകം കൂടി അതിനെ ചർച്ച വേറൊന്നുമല്ല. വംശാന്തം വന്ന 2 ബ്രാഹ്മണ പരമ്പരയുടെ പൈതൃകാംശം കൂടി ഇത് വേർപെടുത്താനുണ്ട് ഭഗവാനോട്. ഈ ഭഗവാനിൽ അന്തർലീനമായ 2 പരമ്പര, അതിപ്രസിദ്ധമായ പരമ്പരയിലുള്ളിൽ ജയിച്ചു കിടക്കുന്നു. അത് അനന്തരാവകാശങ്ങളില്ലാതെ അതെ 6ഓളം ബ്രഹ്മരക്ഷസ്, അത് 2 പരമ്പരാബന്ധങ്ങൾ. പിന്നെ ഇന്ന് ഈ ഊരാള വിഭാഗത്തിലേക്ക് ശുഭദൃഷ്ടി ശുഭയോഗം ഇല്ലാതെ വന്നുകൊണ്ട് പിന്നെ ഏതെങ്കിലും ഒരു പരമ്പര 5ലും പിന്നെ 8ലും 12ലൊക്കെ പാവമൊന്നും വന്നുകൊണ്ട് ഒരു വംശനാശത്തിന്റെ വക്കിലുണ്ടോ? ഇനി അങ്ങോട്ട് ഇനി ആൺകുട്ടികളില്ലാന്ന് ആയിപ്പോവോ? നമ്മളെ ഈ ഊരാള വിഭാഗത്തിൽ അങ്ങനെ വല്ല ഭയം ശങ്കിക്കുന്ന ആൾക്കാരുണ്ടോ? അങ്ങനല്ല, അതൊരു പരമ്പര അല്ലേ? ശങ്കിക്കുന്നവരൊക്കെ ഉണ്ടാവും. കമതസുതകേഹി എന്നുള്ള യോഗം വേളി കഴിഞ്ഞിട്ട് വേണ്ട കുഞ്ഞാനുണ്ടാവാൻ. ബ്രാഹ്മണർക്കുള്ള എനക്കാ ഏറ്റവും വലിയ സന്ദർഭം. പ്രധാന വിഷയം സത്യമാണ്. അങ്ങ് പറഞ്ഞ വളരെ ഇവിടെ വരാൻ ഒരു മനുഷ്യനില്ല. അല്ല, ഇത് നശിച്ചുപോയ 2 കുടുംബത്തിനെ കുറിച്ച് ചിന്തിക്കണം. ആ പരമ്പരയില് ഞങ്ങൾ കാണിച്ചത് അന്ന് ഇപ്പൊ ഇവര് കാണിച്ച വംശാന്തം വന്ന പരമ്പരയിൽ ചിന്തിക്കേണ്ടതായ രാശിയിൽ നിന്ന് പിന്നെ മിഥുനൻ രാശിയിലേക്ക് ഒരു അപരപരതായ തറവാട്ടിന്റെ ഒരു സ്ഥാനത്ത് ഒരു കെട്ടിയാട്ടം നടക്കുന്ന ഒരു സങ്കേതമോ ഒരു സ്ഥാനമോ ഒരു കാവോ ഈ ഊരാളന്മാർക്ക് പ്രത്യേകം ഉണ്ടോ എന്നും കൂടി ചിന്തിക്കേണ്ടത്. എന്തുണ്ട്? മിഥുനൻ രാശി ഉദ്യാന ദേവാലയ ഭൂമി. അത് മിഥുൻ രാശിയായിട്ട് മിഥുൻ രാശിയായിട്ട് വരുമ്പോൾ ഒരു നിയമം ഞാൻ കൊണ്ടുണ്ട്. ഗണപതി ചിലപ്പോൾ തള്ളു. അത് എനിക്കറിയാം. യഥാസ്ഥരാശിർമിഥുനം സമേതി തദൈവ വാച്യോ മിഥുനപ്രയോഗ അസദ്ഭി ആലോകിത സംവിദസ്തേ സരോഷ ഇഷ്ടസ്സ വിലാസഹാസഃ. യഥാ അസ്തരാശി മിഥുനം സമേതി എല്ലാവർക്കും കൂടി ഇല്ലല്ലോ. ഒരാൾക്കല്ല, എല്ലാവർക്കും യഥാ അസ്തരാശി മിഥുനം സമേതി തദൈവ വാച്യോ മിഥുനപ്രയോഗ അസദ്ഭി എവിടെയെങ്കിലും ആലോചനയായിട്ട് അത് ആ സംയോഗം ദോഷത്തോടുകൂടി ആയിരിക്കും. ശുഭന്മാരാണെങ്കിൽ ഇഷ്ടഹാസ്യത്തോടെ ആയിരിക്കും. അതായത് അതിന്റെ ഉള്ളടക്കം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇവരുടെ തറവാട്ടിന്റെ ആ ഇല്ലത്തിന്റെ ബന്ധപ്പെട്ട സങ്കേതത്തിൽ എവിടെയോ ഒരു കളിയാട്ടം നടക്കുന്ന 2 ദേവീദേവന്മാരുടെ സങ്കേതത്തിൽ നിന്ന് വളരെ അനാഥത്വം വന്ന് കിടക്കുന്നു. അത് നമുക്ക് ഈ ദേശത്തിൽ അത് മിഥുനരാശിയുടെ ബുധനാകുമ്പോൾ ഒരു വൈഷ്ണവത്തിന്റെ സാന്നിധ്യം എന്നത് കാര്യമായ സാധനമാണ്. ഒരു ചൊവ്വയും രക്തേശ്വരി രക്തയാമുണ്ടി അതിഭയങ്കരി കാളി
അഥവാ കൃഷ്ണമൂർത്തി കൃഷ്ണമൂർത്തിയുണ്ട്. നരസിംഹം സുദർശനം ഉഭയരാശിയിൽ നിൽക്കുന്ന അതൊരു ദേവതാ രാമാവതാരം സൂര്യസ്യ ചന്ദ്രസ്യ നായകൻ അല്ലേ മറ്റേ ചരോവേദനാണ് രട്ടങ്ങൾ എല്ലാം ഉണ്ട്. അത് ഇത് ഈ നാട്ടിൽ ദുരിതമാണ്. നാട്ടിൽ ദുരിതാവനം ഉൾക്കൊള്ളാൻ ആള് വേണ്ടിയിട്ടില്ല. നിങ്ങള് ഇതെല്ലാം ഇവിടത്തേക്ക് ബാധിക്കുന്നുണ്ട്. ഈ ഉടമസ്ഥന്റെ കൂടെ നാഥനില്ലാണ്ട് വരുമ്പോ എന്താവും, പിതൃക്കളുടെ കൂടെ ഈ സാന്നിധ്യങ്ങൾ അല്പം ഞാൻ പറഞ്ഞ കൂകയെ വീട് വസംശയം അതേ ഇല്ല തന്നെയാണ്. ഇതാണ് ഇതിന്റെ അല്ലേ. അതിപ്പോ ചെയ്യാൻ പറ്റും. അവരുടെ ഇല്ല, അവരെ കിടക്കൂല. ഏറ്റെടുത്തൂടെ എങ്ങനെയാ ആരും ചെയ്യാൻ ആൾക്കാരില്ല. ആരില്ല. ആരും ചെയ്യാൻ ആൾക്കാർ ദേവാലയം വരെ കഴിക്കാൻ ആൾക്കാർ അവരെന്നെ പരസ്പരം കേസ് കൂട്ടം കൂടില്ല. അതിങ്ങനെ അതൊക്കെ നോക്കിയിട്ട് കാര്യമില്ല. ശ്രദ്ധിക്കണ്ട അവിടെ. നിങ്ങൾ ഈ വീട്ടിലേക്ക് ഇതാ നിങ്ങൾ. എല്ലാം ഉണ്ട്. അതിനൊക്കെ ദുരിതത്തെ ഇരുന്ന് ആവാഹിച്ച് കളയാന്ന് മാത്രമേ പറ്റുള്ളൂ. അതേ പറ്റൂല, അതേ പറ്റൂല. ഇവിടെ ബാധിക്കുന്നത് കളയാന്നേ പറ്റുള്ളൂ. ചാർട്ടിൽ എഴുതാ, ചാർട്ടിന്റെ കോപ്പി കൊടുക്കും. ഇവിടെ ബാധിക്കുന്നത് ഇവിടുന്ന് കളയാന്ന് മാത്രം, അവിടെ പോയിട്ട് കളയാനൊന്നും നമുക്ക് സാധ്യമല്ല. അവിടുന്ന് ആവാഹിച്ച് എടുക്കാനും പറ്റൂല. അതെ, ഇവിടുത്തെ ദേവനെ ഭാവിക്കുന്നത് ഇട്ട് കളയാൻ പറ്റും. കളയാനുള്ള ആ വീട് കളയാനേ പറ്റൂ. നമ്മൾ വേണമെങ്കിൽ ഒരു പ്രത്യേക ക്ലാസ്സിലെ പ്രത്യേക കുടുംബ ചിന്ത ചെയ്ത് പരിഹരിക്കും. അത് ലിസ്റ്റിൽ എടുത്ത് കൊടുക്കാം. കൊടുത്തേക്കോ അല്ലേ. സ്വീകരിച്ചോണ്ട് വരാം. ഏതൊക്കെ ചിന്തിക്കണം. ആ 9ാം ഭാവം തുലാവരാശിയായതുകൊണ്ട് അപ്പോ ഒരു അനുകൂലമായ രാശിയാണ്. ഈ ഊരാളന്മാർ മുഴുവനും ഇതിലേക്ക് ഉത്തരവാദിത്വം പ്രവർത്തിക്കേണ്ട കാലഘട്ടമാണ്. അത് പിന്നെ തുലാവെന്ന് പറഞ്ഞ രാശി ദേവനെയും ബ്രാഹ്മണനെയും സജ്ജനങ്ങളെയും ഒരുപോലെ പൂജിക്കേണ്ട ആരോടാണ് തുലാവരാശി അല്ലേ. അങ്ങനെയല്ലേ ദേവ ബ്രാഹ്മണ സാധു പൂജന. ഇനി ഇവരുദ്ദേശിച്ചാൽ നേരെയാക്കാൻ ചെയ്യും. അതുകൊണ്ടാ പറഞ്ഞത് ഗുണാധികത്വദ്രിവിണോപലബ്ധി നൈപുണത്വം ഒരു പ്രയാസമില്ല. അവരെല്ലാം കൂടി ചോദിക്കണം. അവര് വിചാരിക്കണം നമുക്ക് സാമ്പത്തിക വിഷമൊന്നും അവർക്കില്ല. അല്ലെ പത്മാലയം നിലേ നലോല. അവര് ആരോടും പത്മാലയല്ലേ. പത്മാലയം എന്ന് പറഞ്ഞ അർത്ഥം ലക്ഷ്മി വസിക്കുന്ന സ്ഥലം എന്നാണ്. ലക്ഷ്മി പത്മാലയ പത്മ ശ്രീ ഹരിപ്രിയ. അപ്പോ ഈ ക്ഷേത്രം നന്നാക്കാനും ഇതിന് നിലനിർത്താനും ഞങ്ങൾ ആരെയും സമീപിക്കണമെന്ന് വെച്ചാൽ ഈ ഊരാളന്മാര് ചിന്തിച്ചാല് യാതൊരു ബുദ്ധിമുട്ടിലാണ് ഈ അമ്പലം നന്നാക്കാനുള്ള ഭാഗ്യമുണ്ട്. അതാകും. അതിന്റെ യോഗം പ്രശ്നത്തിലുണ്ട്. എന്തുകൊണ്ട് ഗ്രാമത്തിൽ ഒരു കലയും വന്നിട്ടില്ല, ഒരു പാവയോഗമൊന്നും ഇല്ലാണ്ട് രാശിക്ക് രാശി പ്രാർത്ഥിക്കാം. ഇവിടെ വേണ്ടവർ ചെയ്യുമ്പോൾ അവർക്ക് നന്നാമത് പ്രാർത്ഥിക്കാം. അത് ഗുണാധികത്വ എന്നാ പറഞ്ഞത്. അത്ര ആ ഗുണശബ്ദേന സത്വഗുണം സൂചിതം. ഇതേതാ ഗുണം ചോദിച്ചു. അപ്പൊ പറഞ്ഞു സത്വഗുണം. ആ സത്വഗുണത്തിന്റെ ആധിക്യമുണ്ടല്ലോ. ഇത് പത്മാലയം നിലയെന്ന് അപ്പുറം പറഞ്ഞുകൊണ്ട് വേറൊന്നും കടന്നുകൂടില്ല. അപ്പോ ദ്രവിണോപലബ്ധിയല്ലേ. അങ്ങനെ ഒന്നും ഉണ്ടാവില്ലേ. ഒരു കാലത്ത് ഈ ഊരാളന്മാർ തന്നെ ഇന്നുന്ന പോലെ ഇവിടുത്തെ കാര്യം നടത്തണം, ഈ ഊരാളന്മാർ ഇന്ന വഴിപാട് ചെയ്യണം, ഇന്ന കാലത്ത് ഇന്ന ചെയ്തെന്നൊരു വിശേഷ വിധി ഉണ്ടായിരുന്നു. അത് ഇവർ പാലിക്കുന്നില്ല കേട്ടോ. ഇന്ന് ഊരാളന്മാർ മുഴുവനും ചേർന്നുകൊണ്ട് ഈ ഭഗവാന്റെ തിന്നുന്ന പോലെ ചെയ്യുന്നൊരു നിയമമുണ്ട്. അതിന്ന് പാലിക്കുന്നില്ല. ഇന്ന കാലഘട്ടത്തിൽ ഇന്ന രീതിയിൽ ഇന്ന വിശേഷ പ്രാർത്ഥനകളും ദ്രവിണോപലബ്ധിയല്ലേ. ദ്രവിണങ്ങൾ ഉപലബ്ധിയല്ലേ. ദ്രവിണങ്ങൾ ദിവ്യങ്ങൾ ഇന്ന കാര്യം ഇന്ന് ചെയ്തു കൊടുക്കണം. ഉണ്ട്. ഓരോ പഴയ കാലത്തുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അത് പണ്ടതായിരുന്നു. അത് കുലത്തിന് അഭിവൃദ്ധിക്കല്ലേ. കുലോപദംസത്വല്ലേ. ഇല്ലത്തിന്റെ അഭിവൃദ്ധിക്കായിക്കൊണ്ട് വിശേഷ വിധിയായിട്ട് ഇന്ന് ചെയ്യണം എന്നൊരു കൽപ്പന അന്ന് ഇതിന് നിയമമുണ്ട്, ഒരു നിശ്ചിതമുണ്ട്. ആ നിശ്ചിതം പാലിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അല്ലാണ്ട് കേവലം എടുത്ത് പൂജ മുട്ടുന്നില്ല, നിവേദ്യം മുട്ടുന്നില്ല എന്നിട്ട് കൊഴിഞ്ഞു പോയിക്കൂടാ. അതല്ലേ ഇപ്പൊ ഇന്നലെ പറഞ്ഞത്. ഭംഗിയായിട്ട് ഞങ്ങള് പൂജ മുട്ടിക്കാണ്ട് കൊണ്ടുപോകുന്നുണ്ട്, നിവേദ്യം ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അതല്ല നമുക്ക് ഉത്തരവാദിത്തം. അത് മാത്രം പോരാ. അങ്ങനല്ല, അത് പോരാ. പിന്നെ ആ ഭാവം ദുഷിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ടല്ലേ നമുക്ക് പിന്നെ ഒന്നും ശ്രദ്ധിക്കണല്ലേ. ആ 9ാം ഭാഗം ഒറ്റ പ്രയാസമുള്ളൂ. പിന്നെ അതായത് അഷ്ടമത്തിലേക്കാണ് അഷ്ടമത്തിലേക്ക് പോയാണ്ട് പരസ്പര മത്സരം കുറച്ചുണ്ട്. അതൊന്ന് പരിഗണിക്കണം. നിങ്ങളുടെ ഇടയിൽ ചെറിയ മത്സരം ഉണ്ട് കേട്ടോ. അത് പറയാണ്ട് കൊടുക്കുക.
അങ്ങനെയുണ്ട്. എട്ടിൽ വ്യാഴത്തിൽ അങ്ങനെ കണ്ടിട്ടില്ലല്ലേ? ഈ കാലവിളംബരം എല്ലാം മെല്ലെ പോക്കുണ്ട്. പിന്നെ മതി എന്നുള്ള ചിന്താഗതി നമ്മളുള്ളിൽ വല്ലാണ്ട് ബാധിക്കുന്നു. വേഗം ചെയ്യുന്നില്ല കാര്യങ്ങൾ. അതിന് സന്ദർഭം അനുസരിച്ച് വേഗം ചെയ്യുന്നില്ല. ഒരു പ്രകടനത്തിൽ പറഞ്ഞു, മിത്രൈഹി സാർദ്ധം വൈമനസ്യാഭിവൃദ്ധി ബുദ്ധിഭ്രംശോ ദിവ്യനാശപ്രവാസ നിശ്രേഷസ്യ സ്വീയവർഗേണ പുണ്യം ക്ഷീണം ജീവേ ജീവനസ്ഥാന സംസ്ഥയെ. ജീവനസ്ഥാന സംസ്ഥയെ ജീവേ, ജീവനസ്ഥാന സംസ്ഥനായിരിക്കുന്ന ജീവൻ. ജീവനസ്ഥാനം എട്ടാം ഭാവമല്ലേ ജീവനസ്ഥാനം. അവിടെ ജീവൻ നിന്ന് കഴിഞ്ഞാൽ നിന്നാലേ പിന്നെ ഈ ബന്ധുക്കൾ വേണ്ടപ്പെട്ട ഒരു ഉത്തരവാദിത്തോടെ പെരുമാറില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും സാർദ്ധം വൈമനസ്യം, ഈ വിമനസ്സുകളാണ്, അല്പം മടിയുള്ളവരാണ് ഇവര്. മനസ്സ് വേണ്ടവണ്ണം പ്രവർത്തിക്കുന്നില്ല. അഥവാ വൈമനസ്യ അഭിവൃദ്ധി. എന്തിന്റെ അഭിവൃദ്ധി എന്ന് വെച്ചാൽ വൈമനസ്സിന്റെ അഭിവൃദ്ധിയാണ്. ഈ തമ്മിൽ അല്പം ഒന്ന് കണ്ടുകൂടായ്മ ശ്രവണതനയിലേക്ക് വിപ്രവൈരപ്രകോപ അല്ലെ? വിപ്രവൈരം അങ്ങോട്ടും ഇങ്ങോട്ടും ഊരാളന്മാര് മുഴുവനും ഒത്തേർന്ന് ഒന്നിച്ച് ദൈവം കുറച്ചു കാലമായിട്ട് കണ്ടിട്ടില്ല തോന്നുന്നു അല്ലെ? ഈ തിരുമുറ്റത്ത് എല്ലാ ഊരാളന്മാരും ഒന്നിച്ച് കാണാനുള്ള ഭാഗ്യം ഭഗവാൻ അടുത്തൊന്നും കിട്ടിയില്ല. അങ്ങനെ ഈ ശ്രവണതനയിലുക്കല്ലേ സന്താനങ്ങൾക്ക് പ്രയാസം ഉണ്ടായി. എവിടെ പോയാലും അലംഭാവമുണ്ട്. അത്രേ പറഞ്ഞു. നമ്മളിപ്പോ ശാസ്ത്രാനുഭവത്തിൽ പറയുന്നല്ല കേട്ടോ. നിങ്ങളത് അല്ലെ ഉദ്ബോധനായിട്ടേ ശാസ്ത്രം കാണാൻ പാടുള്ളൂ അല്ലെ? ശാസ്ത്രത്തെ ഉദ്ബോധന. ഒരാളെയും വേദനിപ്പിക്കാനൊന്നും ശാസ്ത്രം പ്രയോജനപ്പെടുത്തിക്കൂടാ. നിങ്ങൾ ചിന്തിച്ചോടനെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പാടുള്ളൂ. അതാണ് സദസ്സിൽ അങ്ങനെ കുറെ ഇതിനോട് പൂർണ്ണമായിട്ടും അങ്ങനെയുണ്ട്. ബാക്കിയൊക്കെ ആലോചന സ്ഥിരത കുറവായിരിക്കും. ഇപ്പം പലരും ഇല്ലം വിട്ട് പോകുന്നു കേട്ടോ. അതാ വിഷമം. പൈതൃകവും തസ്യഗേഹവും ചിരം വസതി അല്ലെ? പൈതൃകം തന്നെയല്ലേ നമുക്കില്ല, നമുക്ക് മാതൃത്വമല്ലല്ലോ. അപ്പൊ ഇല്ലത്തിൽ നിന്ന് പലരും പൈതൃക പാരമ്പര്യങ്ങളെ വിസ്മരിക്കുന്ന പറഞ്ഞാൽ അർത്ഥം എന്താ? അവനവന്റെ ആചരണങ്ങളും പദ്ധതികളും ഒന്നും വേണ്ടവണ്ണം ഇല്ല. ഒരു എവിടെ പോയാലും നമ്മൾ ഉപേക്ഷിക്കേണ്ടതൊന്നും ഉപേക്ഷിക്കാത്ത പലതും ഉണ്ടല്ലോ. അതൊന്നും പലരും ഇന്ന് വിട്ടുപോകുന്നുണ്ട്. ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ അവനവൻ വേണ്ട ഈ പിന്നെ നമ്മൾ പറയണ്ടല്ലോ, അതിന് ചെയ്യേണ്ടതുണ്ട്. അത് ഇന്നില്ല. കുലാചാര ഭ്രഷ്ടവും തീർച്ചയായും അനുചര കർമ്മ അങ്ങനെയാണ്. കുലാചാരങ്ങൾ ഇന്ന് വിട്ടുപോകുന്നുണ്ട്. ചിരസ്ഥായി ആവുന്നില്ല സസ്യഗേഹം. അപ്പൊ ഇല്ലങ്ങളിലെ ആചരണങ്ങളും ഇല്ലത്ത് താമസിക്കാനും നമുക്കിന്ന് മടിയുണ്ട്. എല്ലാരും അവനവന്റെ സുഖം തേടിയിട്ട് ഇല്ലത്തെ ആചരണം വിട്ട് ഇല്ലത്തെ ചിലപ്പോൾ ഒരാളുണ്ടാവും, ആരെങ്കിലും ഒരാൾ മുത്തച്ഛനോ മുത്തശ്ശിയോ മാത്രം ഉണ്ടാവും. ബാക്കി എല്ലാവരും അവരവരുടെ വഴിക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ എന്താവും അവിടുത്തെ തേവാരങ്ങളും അത് നിത്യങ്ങളും കാര്യങ്ങളൊക്കെ ഇന്ന് വ്യാപനം ആവുന്നുണ്ടാവില്ല. അതല്ല ഇന്നത്തെ അവസ്ഥയുള്ളൂ. അന്നേരം അത് പറഞ്ഞ പോലെ വേടി കഴിയാണ്ട് എന്താ വീട്ടിൽ ഇപ്പം നേരത്തെ ചോദിച്ച പോലെ അല്ലേ? അതൊരു പ്രധാന വിഷയമാണ്. കാരണം ശാന്തിക്ക് പോകുന്നവർക്ക് നമ്മളെ സുഹൃത്തുക്കൾ എത്ര ആണെന്ന് നമുക്കൊക്കെ അറിയില്ലല്ലേ? എന്താ വേണ്ടത്? അന്വേഷിച്ച് പോകുമ്പം പറയുന്നു ജോലി അയക്കുന്നു. അത് ചിരസ്ഥായിനോ തദ്ഗ്രഹം പ്രത്യേകം രോഗമംഗം. അപ്പൊ അതുകൊണ്ടെന്താ കുറച്ച് അങ്ങോട്ടൊക്കെ ദിനേരിയൊക്കെ തെറ്റുമെന്താ വിഷമം വരിക? രോഗം ഇങ്ങോട്ട് കുടിയേറും. അവനവന്റെ ദിനേര്യ മാറി ചിട്ടവട്ടങ്ങൾ മാറുമ്പോൾ എന്താവും? ഇതിന്ന് വിട്ട് നിൽക്കുമ്പോഴാണ് ഇല്ലാത്ത രോഗങ്ങൾക്ക് ഇങ്ങോട്ട് ആവേശിക്കുക. അല്ലാത്ത ഇതൊന്നും ബാധിക്കില്ലല്ലോ. നമുക്കറിയില്ലേ?
എന്നാൽ അതിൽ എന്ത് പ്രയാസമുണ്ട്? ഇപ്പം അല്പം ചെറിയൊരു പ്രയാസമുണ്ട്. 3 മണിക്ക് എഴുന്നേറ്റിട്ട് ഒന്ന് പോയിട്ടാണ് ചെയ്യുന്ന ആളില്ലേ? ശരിയാണ്. 3 മണിക്ക് എണീക്കില്ലേ? ഇപ്പം അല്പം ഒരു പ്രയാസം. ബാക്കി എന്തായാലും അങ്ങനെ പോകാത്തതൊന്നും ഒരു രോഗമൊന്നും ബാധിക്കാണ്ട് പോകുന്നില്ലേ? പക്ഷേ നീരോഗമംഗം അത് അതിന്റെ അർത്ഥം പറയാം. ഇങ്ങനെ ആകുമ്പോ അത് വേഗം അങ്ങോട്ട് വിളിച്ചു പോകും. അപ്പൊ എട്ടിലെ വ്യാഴത്തിന് അങ്ങനെയാണോ പറയേണ്ടത്? അപ്പൊ ചുരുക്കും അതായത് ചോദിച്ചു എട്ടിൽ വ്യാഴക്കാരന് മോക്ഷം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അത് ഈ നീരോഗമംഗെന്ന് കാണിച്ചിട്ട് ഈ പദം പറയുമ്പോ അസമയത്താ പോവാ, കാലം ചെന്നിട്ടല്ല പോവാ. അപ്പോ നമ്മളെ തറവാട്ടിൽ നമുക്കുള്ള ദീർഘായുസ്സൊക്കെ അല്പം മധ്യായുസ്സായി പോകുന്നതിന്റെ ഫലം അവനവന്റെ ഉപാസനയും അവനവന്റെ ധർമ്മവും വിട്ടു പെരുമാറുന്നു എന്ന ദോഷം എഴുതുന്നു. ഒരു പുനഃപരിശോധന ഏതായാലും ഊരാളന്മാർ മുഴുവനും ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞു. ഊരാളഭാവത്തിന്റെ എട്ടിൽ വ്യാഴം വന്നുകൊണ്ട് സന്താന പരമ്പരകൾക്ക് അവർക്ക് പ്രയാസങ്ങൾ സന്താന പരമ്പര ഉള്ളവരും തീർച്ചയായിട്ടും ഇത് നിലവിലുള്ളവർക്കും സന്താന ക്ലേശം ഉണ്ട്. ശനേ പഞ്ചമേ പ്രജാഹേതു ദുഃഖി മതി സസ്യബുദ്ധിർന്ന ശുദ്ധ. അപ്പോ മതി അല്ലെ? അപ്പോ ആ 5-ൽ ശനി നിന്നാലും സന്താന ദുഃഖം ഉണ്ടാവും. അതിലിട്ട് സമാധാനം എന്താ? ഈ പുത്രസ്ഥാനത്ത് നിൽക്കുന്ന ശനി സ്വക്ഷേത്രസ്ഥനായതുകൊണ്ട് ഇല്ലാണ്ടായിക്കൂല. പാപാപഞ്ചമകാവിന സ്വഭവനം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് അപ്പുറം അപവാദം പറഞ്ഞുകൊണ്ടിരുന്നുണ്ട്. പേരിനായി പോകുന്നുണ്ട്. കുട്ടികൾ അധികം ജനിക്കില്ല, അഥവാ കാലം വൈകി ജനിച്ചു പോകുന്നുണ്ട്. നമുക്ക് കുറെ ആ ശരിക്ക് സ്വക്ഷേത്രം വരെ കൂട്ടിച്ചേർത്ത് പറയണം. കൂട്ടിച്ചേർക്കുന്നില്ല. അതിന്റെ ഫല തന്നെയാണ്. അത് സ്വക്ഷേത്രസ്ഥനായതുകൊണ്ട് എന്തുണ്ട്? ഇല്ലാണ്ടാവൂല, ഉണ്ടാവും. ചിലപ്പോ കാലാന്തരേ സിദ്ധ്യതി. കിട്ടേണ്ട സമയത്ത് കിട്ടൂല മക്കളെ. ഇനി കിട്ടേണ്ട പോലെ കിട്ടൂല. ഈ ആൺകുട്ടി ഇരിക്കേണ്ടടുത്ത് പെൺകുട്ടികളായാലും വംശം കുറയില്ലേ? മക്കളുടെ ഉണ്ട്. പക്ഷേ ആരാന്ന് ചോദിച്ചാല് ഉണ്ണീസായിട്ടില്ല, അതിന് പെൺകുട്ടികളാന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? എന്തായാലും അതാണ് എന്റെ പിന്നെ അതിനാണ് ഈ പുത്രദുഃഖം, ഈ പഞ്ചത 5 പ്രകാരം സന്താന ദുഃഖം ഉണ്ടല്ലോ. 5 മക്കളെ ദുഃഖം ഉണ്ടെന്ന് കണ്ട 5 വിധം ചിന്തിക്കണം എന്നാ. ഏതൊക്കെയാണ്? വിയോഗാത്, മരണാത്, ക്ലൈബ്യാത്, തഥാ അപ്രസവാദവി, ദേശാന്തരേജ ഗമനാൽ പുത്രദുഃഖം ഹി പഞ്ചത. ഒന്ന് വിയോഗാത്, നല്ല മോനാ പക്ഷെ എൻ്റെ കൂടെ ഇല്ല, മോനെ ചെറുപ്പത്തിലെ വിട്ടുപോയി, ദുഃഖം. 2 മരണാത്, അവനവനിരിക്കെ സന്താന ദുഃഖം വരുന്നതാണ്, അത് മരണ. പിന്നെ ക്ലൈബ്യം, ക്ലൈബ്യം എന്ന് വെച്ചാൽ ക്ലീബസന്താനങ്ങൾ ജനിക്കുക. എൻ്റെ മോനുണ്ട് 18 വയസ്സായി, പക്ഷെ ഇന്നും ഞാൻ തന്നെ വേണോ എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുക്കാൻ. അത് ഈ ഭിന്നശേഷിയുള്ള കുട്ടികളെ പോലെ കുട്ടികൾ അല്ലെങ്കിൽ അവനവൻ്റെ ഒരു കാര്യങ്ങൾ സ്വയം ചെയ്യാൻ പറ്റാത്ത കുട്ടികളുടെ ജന്മം അങ്ങനെയൊക്കെ. വിയോഗാത്, മരണാത്, ക്ലൈബ്യാത്, അപ്രസവാദവി, വന്ധ്യത, മക്കളില്ലാഞ്ഞാൽ അതൊരു സന്താന ദുഃഖം. ദേശാന്തരേജ ഗമനാത്, എൻ്റെ മോൻ US-ലാണ്, ഇടക്ക് വിളിക്കും എൻ്റെ സുഖവിവരം അന്വേഷിക്കാൻ. ഇല്ല UK-ലാണ്, അപ്പൊ സുഖമായിട്ട് പോകുന്നു. എൻ്റെ ഭാര്യ മക്കളവിടെ കഴിയുന്നുണ്ട്, ഞാനും എൻ്റെ ഭാര്യ വേടി മാത്രമേ വേടിയുള്ളൂ. അതാണ് നീ പറഞ്ഞ വിഷയം. ഇതെല്ലാം ആദ്യം എത്ര മുമ്പേ കണ്ടെഴുതി വെച്ചതാ. തനി സ്വഭാവമുണ്ടല്ലോ ഭാഷ. പുസ്തകസ്ഥാപിതോ വിദ്യ പരഹസ്തഗതം ധനം ദേശാന്തരഗതം പുത്ര നാമമാത്രം ഇത്രയേ ഉള്ളൂ, പേരിന് മാത്രം. അങ്ങനെയുള്ള പ്രയാസം നമുക്കുണ്ട്. അത് ഊരാളന്മാരയക്കുന്ന വിഭാഗം മുഴുവനും ഈ ഒരു വിഷയം നമ്മളിപ്പോ ഊരാളന്മാർ ഇപ്പം കൃപയെ ചോദിച്ച പോലെ ഓരോന്നോരോന്ന് നമുക്ക് വേണം ചിന്തിക്കാം. പക്ഷെ അത്ര പോകും നമ്മളെ ഇപ്പം അതിലെന്താ പ്രശ്നം വെച്ചാല് ഈ ഊരാള വിഭാഗം വായിക്കുന്ന ശുക്രനെ ശരീരബന്ധവും ബുധന്റെ ബന്ധവും ചൊവ്വാബന്ധവും വന്നുകൊണ്ട് ഇതിന്റെ സ്ഥായിയായ ഊരാളത്വത്തിന് പുറമെ തൽക്കാലം പിന്നീട് കൂട്ടിച്ചേർത്ത് ഊരാള ബന്ധത്തിന്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇതെല്ലാം ഒരേ ഊരാളന്മാരാന്ന് കണക്കാക്കണ്ട. തൽക്കാലേ സുഹൃത സ്വതുംഗ ഭവനീവി ഏകേരേത്വന്നത ദ്വേഗാനുക്ത ഭവാൻ സുഹൃത് സമരിപുൻ സഞ്ചിന്യ നൈസർഗിയാം തൽക്കാലേരമുനശ്ച താനവി മിത്രാദിവി കൽപ്പിയെന്ന് ആചാര്യം പറഞ്ഞു. തൽക്കാലം ശത്രുത്വം, തൽക്കാലം സത്വം നസ്ഥായി. ഇത് നിങ്ങൾ പിന്നെ അന്നേരം എടുത്തുണ്ട്. ഒന്നിനെ നിലനിൽപ്പിന് വേണ്ടി പിന്നെ കൂട്ടിച്ചേർത്തൊക്കെ ഉണ്ട്. ഈ ഇന്നലെ എന്തോ 12 ഊരാളന്മാരെ കഥകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 12ഉം
പുരാതന കാലത്തുണ്ടോ വെച്ചാൽ ഇല്ല, അത് കൂട്ടിച്ചേർത്തൊക്കെ കൂടുതലുണ്ട്. അങ്ങനെ വരുവാ, അങ്ങനെ വരുവാ. ഇന്ത്യയിലുള്ളിൽ 3 കാലഘട്ടങ്ങളിൽ പരിവർത്തനം വന്നിട്ടുണ്ട്. 3 കാലഘട്ടത്തിൻ്റെ പരിവർത്തനം. അല്ല, അവർക്ക് അയോഗ്യതല്ലേ അങ്ങനെ അയോഗ്യത എന്നുള്ള അർത്ഥത്തിലല്ലേ അത് കാലഘട്ടത്തിൽ വന്നു ചേർക്കുന്ന അർത്ഥം. അല്ലാതെ കേട്ടിട്ടേ ഇതുവരെ. രണ്ടാമത് നാള് മൂന്നാമത് ഇല്ല, എല്ലാം ഭഗവാൻ തന്നെ. പക്ഷെ അതിന് കാലഗണനയിൽ ചില ഘട്ടങ്ങളിൽ അതുകൊണ്ട് ആ മിശ്രഫലം വന്നുകൊണ്ട് ഒരു ഫലം ചിന്തിക്കുമ്പോ അവിടെ അന്യഗ്രഹങ്ങൾ ദൃഷ്ടിയോഗം വരുന്ന സമയത്ത് ഈ മിശ്രത്വം ഉണ്ടാവും. യോഗാക്ഷേപനയോഗാത് ഗ്രഹ സുഖവീക്ഷണശ്ചൈവ ഉച്ചാദി ഭവന സംസ്ഥൈഹി ഗ്രഹൈഹി ഫലം അന്യഥാ ഭവതി. യോഗാക്ഷേപനയോഗങ്ങളെ കൊണ്ടും യോഗങ്ങളെ കൊണ്ടും ഉച്ചാദി ഘടകങ്ങളെ കൊണ്ടും അത് അങ്ങനെ ചർച്ചയിലേക്ക് പോട്ടെ. അത് അങ്ങനെയുണ്ട്. അത് അവരുടെ അയോഗ്യത ഒന്നും രണ്ടൊന്നുമില്ലേ, അങ്ങനെ കണക്കാക്കിയല്ലേ, ഗ്രേഡ് ഒന്നുമില്ല, എല്ലാം തന്നെ. പക്ഷെ കാലഘട്ടം കൊണ്ട് പക്ഷെ ദ്രാവരാശി വന്നുകൊണ്ട് ഇത് സത്യത്തെ കാണിച്ച് രണ്ടും ഒരേപോലെ നോക്കേണ്ട ക്ലാസ്സാണ്. രണ്ടിനും ഒരേ തൂക്കം തന്നെയാണ്. അങ്ങനെ ഭേദഗതി ഒന്നും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ ഒരു കാലഘട്ടം കൊണ്ട് നോക്കാം. അത് സാവദൃഷ്ടി പറഞ്ഞു നിതരാം ഇവിടെ ഒരു ഈ ഭഗവാനെ ഒരു കള്ളന്റെ ഉപദ്രവം സൂക്ഷിക്കേണ്ടതുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഈ ഗുളികനും ശനി അന്യോന്യം നോക്കിയാൽ പരസ്പരം സപ്തമരാശിഷ്ടേ ക്ഷോരാഭയം ഭവിഷ്യകാലേ. പരസ്പരം സപ്തമരാശി സംസ്ഥ ഏകാംശകസ്തോ ഇത് മന്ദമാന്തി പരസ്പരം സപ്തപരാശി സംസ്ഥ ചോരാൽഭയം വാച്യമമുഷ്യകാലേ മാന്യപ്രഭോടും പ്രഭവാശ്രയർവ. എവിടെയാണോ ശനിയും ഗുളികനും ഏകാംശകസ്ഥനായിട്ടോ പരസ്പരം സപ്തമരാശി സംസ്ഥന്മാരായിട്ടോ വരുന്നെങ്കിൽ അവിടെ ചോരാൽഭയം വാച്യം അമുഷ്യകാലേ, അത് ഭാവിയിലേക്കും സൂക്ഷിക്കണം. അമുഷ്യകാലം എന്നാൽ എത്ര കാലഘട്ടം വരെ ഉണ്ട്? അത് മാന്യപ്രഭോട് പ്രഭവാശ്രയർവ. ഗുളികൻ നിൽക്കുന്ന നക്ഷത്രം ഏതാണോ ആ നക്ഷത്രനാഥന്റെ കാലം കണക്കാക്കി ചിന്തിക്കണം. ഗുളികസ്ഫുടം എത്രയാണോ അതിന്റെ നക്ഷത്രനാഥൻ ആരാന്ന് നോക്കണം. ദശാദിന്ദയിൽ ഉത്രം കാർത്തിക ഉത്രാടം ആദിത്യൻ, ആദിത്യാത് അയനം, അയനക്ഷണവാസരാർത്ഥവ 6 മാസം. അപ്പോ ഇനി ഒരു 6 മാസം വരെ ഈ ശല്യം ഗൗരവകരമായി ചിന്തിക്കുമ്പോൾ ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ അങ്ങനെ എന്തെങ്കിലും വല്ല അംശകയെ പാവയോഗം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. ചിലപ്പോൾ എന്തെങ്കിലും വിധത്തില് എന്തെങ്കിലും കണ്ണാരോ എന്തെങ്കിലും ഒരു സാധനം ഇവിടുന്ന് ബുദ്ധിമുട്ടായിപ്പോവും. അങ്ങനെ നാവും നമ്മളെ വാങ്ങുന്ന വരാണ്ടിരിക്കാൻ അങ്ങനെ പറയും. അങ്ങനെ വന്നിട്ട് ഈ ശാസ്ത്രം ചൊല്ലുമ്പോ അല്ല തിരുമേനി ജ്യോത്സ്യന്മാരെന്ന് ഫലം പറയുമ്പോ അങ്ങനെ ആയിപ്പോവും. അങ്ങനെ ആയിപ്പോറും ഈ വിഷയം അങ്ങനെ ആയിപ്പോറും. കടവ് ഉണ്ടാവരുത്, പക്ഷെ യോഗമുണ്ട്. അങ്ങനല്ലേ പറയാല്ലേ, യഥാകാല പ്രതിഭാൻ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടത് അങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞാൽ സംഭവിക്കും. അങ്ങനെ ആവരുത്. അങ്ങനെ സൂചനയുണ്ട്, അത് ഇന്ന് മാറിപ്പോയി. അത് ഉടുപ്രഭു പ്രവാശ്രയർവ. ഉടുപ്രഭുവിന്റെ അനുസരിച്ച് കണക്കാക്കുക. ഉടുപ്രഭു നക്ഷത്രനാഥൻ. ഈ ഗുളികൻ നിൽക്കുന്ന നക്ഷത്രനാഥൻ ആരാണോ ആ നാഥന് പറയപ്പെട്ട കാലഘട്ടത്തിൽ ഇനി അത് പിന്നെ ചിലപ്പോൾ ആ സൂര്യൻ ഉച്ചാംശമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനാ സ്വതന്ത്രവക്രോഗം അതല്ല കണക്കായിട്ടോ. അത് ഇപ്പം കേവലം ഇതിൽ ഒതുങ്ങുമ്പോൾ ചോദിച്ചാൽ ഇപ്പൊ ശനി ശനിക്ക് ഒരുവല്ല. ഇനി ആ ശനി നല്ല ബലവാനാണെങ്കിൽ ചില സമയത്ത് ഇതിന് അങ്ങോട്ട് ആചാര്യന്റെ യുക്തിക്കനുസരിച്ച് അങ്ങനെ പോകും. ഇതിപ്പോ എന്താ സൂര്യന് പക്ഷബലം മറ്റു ബലങ്ങളും സൂര്യന് അയനബലം മാത്രമേ ഉള്ളൂ, നവാംശകാലം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ശനിക്ഷേത്രാംശം കൊണ്ട് അതിൽ അങ്ങോട്ട് പോകില്ല 6 മാസം അല്ലേ. ആയുർദായത്തിൽ പറഞ്ഞല്ലോ ഇന്ന സമയത്ത് വരും നിങ്ങൾ ഇത്ര രശ്മി ഇതിൽ ഹരിക്കണം, ഇനി നീലം വന്നാൽ അതിൽ കുറക്കണം. നീചേതബ്ദി അന്തരസ്തേരുവാദോഹരത്വം ശതമവരെ രാശിതുല്യം വദന്തി
ചിത്വാവക്രം രിപുഗ്രഹതേ ഹ്യതേ സ്വത്രിഭാഗൈ സൂര്യോച്ഛിന്നദുഷകളം പ്രോച്ചശുക്രക്കപുത്രവും. ആ കർണത്തിൽ രണ്ടാൾക്കാണ് വ്യത്യാസം, ബാക്കി എല്ലാവർക്കും നോക്കിക്കാൻ പറ്റും. അപ്പോൾ അത് കണക്കാക്കി. അപ്പോൾ ഒരു 6 മാസം വരെയുള്ള സമയം. ഇതിപ്പോൾ പ്രശ്നം വെച്ചത് കർക്കിടക മാസമാണ്. ഒരു ധനുമാസം അഥവാ ഒരു മകരത്തിൻ്റെ പകുതി വരെയുള്ള സമയം, ഒരു ഫെബ്രുവരി കഴിയുന്നവരെ ഇവിടെ നമുക്കൊരു ശ്രദ്ധ വേണം. ഈ ദുർനിമിത്തം കൊണ്ട് എന്തെങ്കിലും അടുത്ത കാലത്തൊന്നും പോയിട്ടുണ്ടോ? എന്നാരൊന്നും അങ്ങനെ കളവൊന്നും പോയിട്ടില്ല. അത് 1.5 കൊല്ലം 2 കൊല്ലം പോട്ടെ. അല്ലേ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നൊന്ന് വേണ്ടതാ, അതെ ശുദ്ധീകരിച്ചില്ലേ, സൂക്ഷിക്കേണ്ടതുണ്ട് ഇവിടെ. ഇത് ഭാവിയിലേക്ക് ഘടിപ്പിക്കുന്നതാണ്. ഭാവി ഗണത്തിലേക്ക് 6 മാസ കാലഘട്ടം, ഫെബ്രുവരി മാസം വരെ മകരം 15 വരെയുള്ള ഗുളിക നിൽക്കുന്ന രാശി എങ്ങനെയാ വെച്ചാല് ലഗ്നാത് ആവഞ്ചമകൈ ആനവമസ്തേശ്ച പഞ്ചമാൽ നവമാൽ ഭവത്ത് ഭാവിജ. ഈ ഗ്രഹം ഗണ്ണം ചിന്തിച്ചിട്ട് ഭാവി ഗണ്ണത്തിലോ ഭൂതഗണ്ണത്തിലോ വർത്തമാന ഗണ്ണത്തിലോ ചിന്തിച്ചാൽ ഭാവി ഗണ്ണത്തിലാണ് ഈ ഗുളിക നിൽക്കുന്നത്. അപ്പോൾ ഭാവിയിലേക്കാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ലഗ്നാത് ആവഞ്ചമകൈ ഭവത്ത്, ലഗ്നം മുതൽ 4 വരെയുള്ള 5 തുടങ്ങുന്ന ഭാവം വരെ ഭവത്ത് ഗണ്ണം. ഇവിടുന്ന് ഇങ്ങോട്ട് ഭാവി ഗണ്ണം, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഏതായാലും ഭൂതഗണ്ണം. ഭവത്തൊക്കെ ഇന്ന് സംഭവിക്കുന്നു വർത്തമാന ഗണ്ണം. ലഗ്നം മുതൽ ഈ 4 രാശി, 1, 2, 3, 4 ഭാവി രാശി. ഇവിടുന്ന് പിന്നെ 1, 2, 3, 4 ഭാവി, 1, 2, 3, 4 ഭൂതം. ആപഞ്ചമകൈ ആനവമസ്തിശ്ച പഞ്ചമാ നവമാത് ഭവത്ത് ഭാവിജ ഭൂതം നേയം. അപ്പോൾ ഭാവി ഗണ്ണത്തിൽ നിൽക്കുന്ന ഗ്രഹമായതുകൊണ്ടും പിന്നെ ആചാര്യൻ ഭാവിയിലേക്ക് വരാമെന്ന ആ പ്രമാണത്തുള്ളത് കൊണ്ടും ഭാവിയെ സൂക്ഷിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ വലിയ പാവാനാമൃയ പാവദൃഷ്ടി ചോരാരി ചോരഭയം അതിൽ ഗ്രഹനിലയെ നമ്മൾ കണ്ടെത്തിയതാ. അങ്ങനെ ഒന്നുണ്ട് എന്ന് ഗോചരൻ കാണിച്ചു, അത് ഒരു നിമിത്തം കാണിച്ചു. ഈ പാപദൃഷ്ടി പാവോതിയുള്ള സമയത്ത് പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ചോരന്മാരെ കൊണ്ടും നീചന്മാരെ കൊണ്ടും ശല്യം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ കളവ് എന്നുള്ളൊരു വിഷയം അതൊന്നുണ്ട്. രണ്ടാമത് ഈ ആചാരാനുഷ്ഠാനങ്ങൾ വിദ്യാവണ്ണം പാലിക്കാതെ ഭഗവാനിലേക്ക് വരുന്നവരും സൂക്ഷിക്കണം. അതാ രണ്ടത്. നീചാഭയം എന്നുള്ളത് അങ്ങനെ ആയിരിക്കുമല്ലോ. പിന്നെ നേരത്താക്കിയല്ലോ അനുചിത അല്ലേ, എന്നാ പിന്നെ അങ്ങനെയുണ്ടാ. എങ്ങനെയാ ഈ പിന്നെ ശാന്തിക്കാറും ഇവിടെ പൂജിക്കേണ്ട ഒരാൾമാരൊക്കെ ശരീരശുദ്ധി കൃത്യമായിട്ട് പാലിക്കും. അതിൽ ഭഗവാൻ അത്രയും ഉണ്ട്. അതുകൊണ്ട് നാശവലി ഉണ്ടേനി ശുദ്ധതക്കുറവ് നല്ലോണം പാലിക്കുന്നുണ്ട്. അപ്പം ദേഹശുദ്ധി മുതലായതൊക്കെയാണ് വേണ്ടത്. എന്തൊക്കെയാ ശുദ്ധി എന്ന് ചോദിച്ചു പറഞ്ഞു. കുലശൗചം, കർമ്മശൗചം, മനഃശൗചം, കർമ്മശൗചം, കുലശൗചം ച ഭാരത ശരീരശൗചം, വാക്ശൗചം, ശൗചം പഞ്ചവിധം സ്മൃതം. 5 സാധനങ്ങളല്ലേ പറഞ്ഞല്ലേ. ഒന്ന് അല്ലേ മനഃശൗചം, അത് പിന്നെ മനഃശുദ്ധി, നമുക്ക് ഇങ്ങനെ എടുക്കേണ്ടത്. രണ്ടാമത് കർമ്മശുദ്ധി, മൂന്നാമത് വാക്ശുദ്ധിയാണ് പിന്നെ പറഞ്ഞത്. നല്ലോണം കുളിച്ചതും വന്നിട്ട് ഈ തിരുവട്ടത്ത് എന്തെങ്കിലും ഈ നാവിൽ നിന്ന് ഒരു അസ്വസ്ഥമായ വാക്ക് നമ്മൾ നാവുന്നു വന്നാൽ ഈ കുളിച്ചതിൻ്റെയും ഈ ഇതിൻ്റെ ഒരു ഫലം ഇല്ലാണ്ടായിപ്പോയി. നാവിൻ്റെ ശുദ്ധി രണ്ടുകൂടാ അതും വരാൻ പാടില്ല. കുലശൗചം, മനഃശൗചം, കർമ്മശൗചം, കുലശൗചം. പിന്നെ കുലശൗചം എന്നാൽ അവനവൻ്റെ പാരമ്പര്യമായിട്ടുള്ള ഇല്ലത്തെ ശുദ്ധിയും അതിങ്ങോട്ട് വരുന്ന കാര്യങ്ങൾക്കുള്ള ശുദ്ധി കാര്യങ്ങളൊക്കെ. ഇത് ശരീരശൗചം, വാക്ശൗചം. ശരീരശൗചം നമുക്ക് 2 വിധത്തില്ല, സ്നാനം കൊണ്ടും കിട്ടും. പിന്നെ പ്രാണായാമേന ചിത്തം ശുദ്ധം സുഹൃത ചിത്തശുദ്ധേ ശുചിസാക്ഷാ പ്രത്യജ്യോതി വ്യവസ്ഥിതം. അത് അവനവൻ ചെയ്യേണ്ടതായ നിത്യവൃത്തികളുടെ കാര്യങ്ങളുണ്ടാക്കുന്നതാണ്. ഈ വസ്ത്രശുദ്ധിക്കുറവുണ്ടോ സംശയമുണ്ട് എപ്പോഴും. വിശേഷകാലങ്ങളിലൊക്കെ ഇങ്ങനെ എല്ലാം അതിന് വേണ്ടുന്നൊക്കെ ഉണ്ടാവൂലേ? നമ്മളെ കുളത്തിനിപ്പം കുളിച്ചിട്ട് ദിവസം ഇങ്ങോട്ട് വന്നിട്ട് ശുദ്ധത്തോടെ ഇതെല്ലാം നനച്ചിട്ട് ഇപ്പോൾ ഒരു ബ്രാഹ്മണരോട് പറഞ്ഞാൽ വിഷമമുണ്ട്. കുളത്തിൽ കാരണം എന്ന് പറഞ്ഞാൽ ദിവസം കുളിച്ചിട്ട് വരിക. ഈ എലികരണ്ടവും വസ്ത്രം പിന്നെ
ആകുനാന്നല്ലേ പറഞ്ഞ് വസ്ത്രച്ഛേദനമാകുനാന്നല്ലേ അപ്പുറം പറഞ്ഞത് അല്ലേ? അല്ലേ അങ്ങനെ അപ്പോ വസ്ത്രം ദുഷിക്കും സമയത്താണ് ഈ വസ്ത്രലക്ഷണത്തിൽ പറയുന്നത്. പറഞ്ഞില്ലേ വസ്ത്രച്ഛേദനമാകുന. അപ്പോ ഒന്നുകിൽ എന്തെങ്കിലും കേടുള്ള വസ്ത്രം തരും ഉണ്ടായിട്ട് ചില സമയത്ത് നല്ല വസ്ത്രം ഇനി തെറ്റെടുക്കാത്ത പ്രയാസം അത് സൂക്ഷിക്കണേ. അതിപ്പോ ഞാൻ നിങ്ങൾ പറയേണ്ടതല്ല. അത് അല്ലേ അതൊരു പ്രധാന വിഷയമാണ്. ഈ ബുധനോട് ചേർന്നിട്ട് ശുക്രൻ വരുമ്പോ അല്ലേ അതിന്റെ ഭാനു കൗസുംഭവാസ സ്ഥിതരവസരമതോ ഗ്ലൗ അസൃക് രക്തവാസ പാലാശാദനോ വസനമതൗരോ വസ്ത്രം അച്ഛസ്യ ചിത്രം അച്ഛസ്യ ചിത്രം വസ്ത്രം ചിത്രം നാനാവർണം. അതൊന്നും വേണ്ട. നമുക്ക് വിശേഷവിധിയായിട്ട് ബ്രാഹ്മണൻ ധരിക്കേണ്ട വസ്ത്രമേ ബ്രാഹ്മണൻ ധരിക്കണ്ടു. വേറെ വസ്ത്രം ധരിച്ചിട്ട് വരണ്ട. ലുങ്കിയൊന്നും എടുക്കുന്ന അതിന്റെ പച്ച അതിന്റെ ഭാഷ ഏതാ? അച്ഛസ്യ ചിത്രം ചിത്രമല്ല ചിത്രം നാനാവർണം. അങ്ങനത്തെ നമ്മൾ ധരിച്ചു പോറ്. പഞ്ചസാരത്തിൽ പറയുന്നതാണ് ബ്രാഹ്മണർക്ക് ശ്വേതവസ്ത്രങ്ങളും ക്ഷത്രിയന്മാർക്ക് ശ്വേതവസ്ത്രവും മറ്റുള്ളവർക്ക് ശുദ്രന്മാർക്ക് 4 വർണ്ണങ്ങളിലുള്ള വസ്ത്രങ്ങൾ തന്നെ വിധി പറഞ്ഞില്ലേ? ഇന്നാൾക്ക് ഇന്നതാവാന്നും പറഞ്ഞില്ലേ അല്ലേ? അതൊക്കെ പിന്നെ നമ്മൾ ഒരു കാര്യം അങ്ങനെ വർണ്ണഭേദമുള്ള വസ്ത്രങ്ങൾ ധരിച്ചു പോകുന്നുണ്ട്. തെറ്റെടുക്കാണ്ട് ഭഗവാന്റെ അടുത്തേക്ക് വിശേഷകാലത്ത് പ്രവേശിച്ചു വന്നാൽ അതൊന്നും ഒഴിവാക്കണം. അങ്ങനൊക്കെ ഒരു കാര്യങ്ങളൊന്നും അങ്ങനെ ഒന്നും അതൊക്കെ നിങ്ങൾ ഞാനത് സൂചിപ്പിക്കാനാണ് എനിക്ക് അതിനെപ്പറ്റി അറിയാത്ത വിഷയമാണ്. അത് നിങ്ങൾ പുനരാലോചിക്കുക. അല്ലാത്തല്ലേ പറയാൻ പറ്റൂ. അതിനുവേണ്ടി നമുക്കതിൽ പരിമിതിയില്ല. നമുക്കാവില്ല. നമുക്കത് അറിയാത്ത വിഷയമാണ്. അതെന്തൊക്കെയാണ് നിങ്ങൾ വേണ്ട വെച്ചാൽ നിങ്ങൾ എൻ്റെ സമ്പ്രദായത്തിൽ അല്ലേ ഇങ്ങനല്ലേ സാഹസല്ല അങ്ങനെ പറയുന്നത് ആളുകൾ അല്ലാത്ത ഗ്രഹങ്ങളും ഉണ്ടാവില്ല. അല്ലാത്ത ഗ്രഹം ഉണ്ടാകുമ്പോൾ അത് നാളെ ഈ മടാവത്തി അതെല്ലാം ഉണ്ടാവും. അതിപ്പം 1000 കാലന്നല്ലേ പറയാ. അല്ലപ്പോ മറ്റേതായ ശ്രദ്ധിച്ചാൽ മതി. അതൊന്നും അങ്ങനെ ഒരു ചർച്ചക്ക് പോണ്ട. വളരെ കുറവേ ഉണ്ടാവില്ല ആൾക്കാർ. ചെയ്യുന്ന ആൾക്കേ അങ്ങനെയുണ്ടേ ചെയ്യുന്ന ആൾക്കേ കുറ്റം ഉണ്ടാവും. ഇത്രയെല്ലാം കഷ്ടപ്പെട്ട് ചെയ്തിട്ട് അതിന് ഇങ്ങനെയെന്ന് പറയണ്ട. അതെപ്പോഴും അങ്ങനെ നമ്മളെപ്പോഴും ചെയ്യാത്താക്കി ഇതൊന്നും ഉണ്ടാവില്ല. ദൂരെ കുറ്റം പറയാനൊക്കെ ആളുണ്ടാവും. കഷ്ടപ്പെടുന്നവർക്ക് അതിന്റെ പ്രയാസം നമുക്ക് മനസ്സിലാക്കി നമ്മൾ ഇത്യാദി ദോഷരഹിതേ കാര്യം. ഇത് ദോഷപ്രകരണം. ഇപ്പൊ പറഞ്ഞ ദോഷപ്രകരണം. ഇനി ഇതിലുപരി നല്ല ഗുണങ്ങളൊന്നും ഉണ്ടോ? അന്ന് ഏൽപ്പിച്ച സമയത്ത് ശുഭദൃഷ്ടി കിട്ടി. മുഹൂർത്തം നന്നായി അല്ലേ? വസുമുഹൂർത്തം നന്നായി. മറ്റേതില്ല ഉത്തരാസലില വൈഷ്ണവേ മാതൃമാരുലവസുത്ര ഇല്ല. ചിത്രാഗ്നശിരവാശിനോ ദിനപദോ അതും വന്നില്ല. ഞായറാഴ്ചയാണ് പറഞ്ഞിട്ടുണ്ടല്ലോ ഉത്രാടോ ഞായറാഴ്ചയും പറഞ്ഞല്ലോ ഇന്നലെ പറഞ്ഞു. സിദ്ധാന്താദി യോഗങ്ങൾ കിട്ടി. 3 കിട്ടി. ആ 3 കിട്ടി. അത് മതിയല്ലോ ഈ ദോഷത്തെ പരിഹരിക്കാൻ. ഇതിലെ അപ്പുറത്ത് 4 ദോഷമുണ്ട്. പക്ഷെ ദോഷം മുഴുവൻ ഹരിക്കാനുള്ള ഗുണം ഇപ്പുറത്ത് യോഗ്യമായി. സുഖ സുത യശസാം സുഖസുത യശസാം പൃച്ഛക മുഹൂർത്തേ. ഈ പാപങ്ങൾ മുഴുവനും പരിഹരിച്ചിട്ട് പുണ്യത്തിന്റെ ഉൽപ്പത്തി ഉണ്ടാവും. അപ്പൊ ഇതോടെ ശരിയാവും. കാര്യങ്ങൾ ഭംഗിയായിട്ടാവും. ഈ ദോഷത്തെ എല്ലാം പരിഹരിക്കാൻ പറ്റും. അങ്ങനെ വലിയൊരു അഷ്ടമംഗല പ്രശ്നം വെച്ചിട്ട് വലിയ അങ്ങനെ പരിഹരിക്കാൻ പറ്റാത്ത ദോഷമൊന്നും ഇവിടെ ഇല്ല എന്ന് സുഖാറ്റി പ്രശ്നത്തിൽ കാണുന്നു. ഗ്രഹോദയം യോഗേ സിദ്ധ പ്രസിദ്ധേ സുഖ സുധ സുഹൃത ആപ്തയ. ഈ വിട്ടുപോയവരൊക്കെ കൂടിച്ചേരും കേട്ടോ. ഇവിടുന്ന് വിട്ടു നിൽക്കുന്നവരൊക്കെ ഇതിലേക്ക് അടുത്ത് വരും. സുഖ സുധ സുഹൃതാപ്തയ. സുഖങ്ങള് സുഹൃത്തുക്കളുടെ ആപ്തി ഉണ്ടാവും. ആപ്തി എന്ന ആവനം വ്യാപനം അതിങ്ങോട്ട് വന്നു ചേരും. അപ്പോൾ അഥവാ നമ്മൾ ഇന്ന് ഈ ഒരാൾ വിഭാഗത്തിൽപ്പെട്ടവരൊന്നും വേണ്ടവണ്ണം ശ്രദ്ധിക്കുന്നില്ല എന്ന പരിഭവം നമ്മുടെ പ്രശ്നത്തിൽ കണ്ടിട്ടുണ്ടെങ്കിലും തലമുറയിൽ ഇത് ഭാവിയിലേക്ക് നേരെയാവും.
ഇതിലൊക്കെ ഒന്ന് ഈ പ്രശ്നം എന്താ ഒരാളെ വിഭാഗം എന്താ അറിയില്ലേ എല്ലാവരും അറിയിച്ചു എല്ലാവരും അറിയിച്ചില്ലേ എല്ലാവരും അറിയിച്ചില്ലേ എല്ലാവരും അറിയാം, എതിർപ്പുണ്ടായതിന് വരാത്തൊന്നുമല്ല. അല്ല സാഹചര്യം കൊണ്ടായിക്കോ അല്ലേ സാഹചര്യം പിന്നെ ചെറിയൊരു മടിയില്ലേ? പക്ഷേ ഈ പരിഹാരത്തിന് പങ്കെടുക്കാൻ പറയണം മറ്റന്നാൾ തിങ്കളാഴ്ച ആ മുത്തിൻ്റെ ഹോമത്തിനൊന്ന് പ്രത്യേകിച്ച് പങ്കെടുക്കാൻ പറ ഇനി അങ്ങോട്ടുള്ള ഈ പിന്നെ ഇതിൻ്റെ ബാധാകൃത കുറവാടും കാര്യമൊക്കെ വരുമ്പോൾ നല്ലോണം ഇതിൽ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കാൻ പറഞ്ഞു എന്നാലേ നമുക്ക് അതിൻ്റെ ഫലം കിട്ടുള്ളൂ സമയനിരൂപണക്ക് കുജനാണ് ഗ്രഹം ഗ്രഹോദയം ചൊവ്വയാണല്ലേ നമൃതി നരോഗശാന്തി ഭരണേരുദയം അങ്ങനല്ല അല്ല പിന്നെ ഇതല്ലേ ജീവജ്ഞാസ്തുതം കലാസിദ്ധ്യേയും ഹിന്ദോശനെ സഞ്ജിന്ത് പ്രഖ്യാപിതോ അതാണല്ലേ സഞ്ജിന്ത്യവിധോ നമുക്ക് പാവന്റെ ഉദയമാണ് ചൊവ്വന്റെ ഉദയമാണ് ശുക്രന്റെയോ വ്യാഴത്തിന്റെയോ ബുധന്റെയോ ഗ്രഹം ഉദിക്കുന്നു ഇയാൾ ക്ഷണിക്കുന്ന സമയത്ത് ഉദിച്ച ഗ്രഹം ചൊവ്വയാണ് ഈ പ്രശ്നത്തിൽ പ്രത്യേകം അറിയോ സുബ്രഹ്മണ്യന്റെ അപജയം പരിഹരിക്കലായ പ്രശ്നത്തിന്റെ ഒരു പ്രധാന ആവശ്യം ഇവിടെയുള്ള സുബ്രഹ്മണ്യന്റെ കോപം അതിഗൗരവതരമായിട്ടുണ്ട് നിങ്ങൾ അന്ന് ഈ ദൈവത്തിനെ അഥവാ തിരുവേനെ പോൽ കണ്ട് രാശി ഏൽപ്പിക്കുന്ന സമയത്ത് നവോമണ്ഡലത്തിൽ ഉദിച്ചു നിൽക്കുന്ന ഗ്രഹാരം ചോദിച്ചാൽ ആരാ ചൊവ്വയാണ് എല്ലാ ഗ്രഹങ്ങളും നക്ഷത്രം അനുദിനം ഉദിച്ചസ്തമിക്കുന്നില്ലേ അങ്ങനല്ലേ പറഞ്ഞത് അനുദിനം ഉദിച്ചസ്തമിക്കുന്നുണ്ട് ആ സമയത്ത് ആ രാശികൾക്ക് ഉദിച്ച കിഴക്കൻ ചക്രവാത്ത് ഉദിച്ച ഗ്രഹാരത്തെ ചൊവ്വയാണ് ആ ചൊവ്വ ഉദിച്ചെന്താ ഫലം നമുക്ക് പറയാം ഇന്ന് അന്വേഷണം ഉദയേ ഞാൻ ഒന്നും നേരെയാക്കാൻ വിടൂല ഇടാ എൻ്റെ കാര്യം നേരെയാക്കാണ്ട് ഞാൻ ഒന്നിനും വിടൂല എന്ന് ശടിക്കുന്ന ഗ്രഹങ്ങളുടെ ചൊവ്വയാണ് ആ ചൊവ്വ അഞ്ചാം ഭാഗത്ത് വിദ്വാംശകത്തിൽ നിൽക്കുന്ന ചൊവ്വ സുബ്രഹ്മണ്യ സ്വാമി തന്നെ സംശയിക്കണ്ട ആ സുബ്രഹ്മണ്യന്റെ ആ അപജയം അതിന്റെ പരിഹാരം സുഖമായിട്ടായി കഴിഞ്ഞാൽ ഈ ക്ഷേത്രാഭിവൃദ്ധി ഉണ്ടാവും കാരണം അങ്ങോട്ട് ചിന്തിക്കുമ്പോൾ താമ്പൂലത്ത് ഉദിച്ച ഗ്രഹം ചൊവ്വയാണ് താമ്പൂലം അല്ലെ താമ്പൂലം എഴുതി വെച്ചത് കണക്കാക്കി വെച്ചില്ല അതിന് ഉദിച്ച ഗ്രഹാര ചൊവ്വയല്ലേ കലഹത്തിന്റെ വിത്ത് ഇടുന്ന് പാകുന്നത് നമുക്ക് നോക്കാം കേട്ടോ ഇതെന്താ എന്താ അവസാനം അല്ലേ ഇങ്ങനെ നോക്കി ചെയ്യാൻ പറ്റുമോ സുബ്രഹ്മണ്യന്റെ ചെയ്യാൻ പറ്റുമോ കഴിവല്ല അതിന്റെ ആ ക്ഷേത്രം നശിച്ച വസ്തുക്കളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് പറഞ്ഞിട്ടുണ്ട് സുബ്രഹ്മണ്യന്റെ കോപത്തിന് പരിഹാരമാണ് സേനാനി രക്തകോപ സേനാനിയല്ലേ ചൊവ്വാനിഷ്ടസ്ഥനാകുമ്പോലെ ആചാര്യം പറഞ്ഞത് പിന്നെ സേനാനിയുടെ കോപം സേനാനി സുബ്രഹ്മണ്യന്റെ പരിഹാരം അല്ലെ സേനാനി എന്ന് പറഞ്ഞില്ലേ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും പൊട്ടുക വീഴുക അങ്ങനെ മുറിവ് സംഭവിക്കുക ഇത്യാദി കാര്യങ്ങളൊക്കെ ഈ ദേവാലയ സ്വത്ത് ആരോ കയ്യിലുണ്ട് കേട്ടോ അത് വേഗം വിട്ടുകൊടുക്കണേ കേട്ടോ ശ്രദ്ധിക്കണേ ഈ ഭഗവാന് നീക്കി വെച്ചൊരു ഭൂമി വളരെ ഗൗരവതരായ ഭൂമി ആരോ കൈവശമുണ്ട് അതും വേഗം വിട്ടുകൊടുക്കണം എന്നാ അതല്ലേ പ്രമാണം എന്താ പിന്നെ പ്രദ്വേഷ സോദരാന്തി കനകവിനാശാമയം സ്ഥിതി ഭൂമിയാണ് കനകം സ്വർണം അപ്പോൾ അലങ്കാര വസ്തുക്കളും ഈ ഭഗവാന് വേണ്ട ഭൂമിയൊക്കെ ആരോ സ്വന്തം പോലെ ഇന്നും ഉപയുക്തമാക്കി വെച്ചിട്ടുണ്ട് അത് വേഗം വിട്ടുകൊടുക്കണം അത് ജലാശയുള്ള ഭൂമിയുണ്ട് അതുകൊണ്ടാണ് ചന്ദ്രനവാംശം കിട്ടുമ്പോൾ ചന്ദ്രന് ബലമുള്ള നവാംശത്തിൽ നിൽക്കുന്നെങ്കിൽ സർവത്ര സലിലമാത്മീയം സലക്ഷണത്തിൽ ആദ്യം പറഞ്ഞിട്ടുള്ളത് സലിലമാത്മീയം ആത്മീയം സലിലം എൻ്റെ ജലാശയാണെന്ന് അവകാശപ്പെടുന്ന സ്ഥലം എൻ്റെ കുളം എൻ്റെ കാര്യം എന്ന് ഭഗവാൻ അവകാശപ്പെടുന്ന ഒരു ജലാശയമുള്ള ഭൂമി ഇത് ഈ സമക്ഷേത്രസ്ഥനായ ചുവയാവുകൊണ്ട് ആർക്കും ഉപയോഗപ്പെടാണ്ട് നിൽക്കുന്നുണ്ട് അതാ വിഷമം ഇതൊട്ട് തിന്നുമില്ല മറ്റാൾക്കോട്ട് കൊടുക്കൂല എന്ത് അതങ്ങല്ലേ ചുവക്ക് ശുക്രൻ ചുവക്ക് ശുക്രൻ സമനായിക്കൂലേ അങ്ങനല്ല അങ്ങനെ ശത്രു ജീവ ഇന്ദു സമക്ഷത്വം പ്രശ്നം സമക്ഷേടോ വൈശേഷികം ഫലം സുഖം വാ ദുഃഖം വാ യഥാപൂർവജനം ഇത് പിന്നെ ഈ സ്ഥലം എന്താ അറിയോ ഒട്ട് അനുഭവിക്കാനാവുന്നില്ല ഇതൊട്ട് വിട്ടുകൊടുക്കൂല ഇതൊട്ട് ഒന്നും അവർക്കൊന്നും ചെയ്യാനാവില്ല അങ്ങനെ ഒന്ന് രണ്ട് ഭൂമികളിന്റെ പരിസരത്ത് ഈ ദൈവത്തിലേക്ക് വരേണ്ടത് അങ്ങനെ ചർച്ചക്കോണ്ടോ കുഴപ്പത്തിനോ വേണ്ടിയല്ല അങ്ങനെ വല്ലതും കേട്ടറിവുള്ള ഭൂമി ഉണ്ടോ
ഇത് പണ്ട് ഈ ദേവൻ്റെതായിരുന്നു പണ്ട്, അഥവാ ഒരാളുടേതായിരുന്നു ഈ ഭഗവാന്റേതാണെന്നത്, പിന്നെ അത് കൈമോശം വന്നു പോയതാണ്. അവിടെ ഒന്നും ചെയ്യാൻ അങ്ങനത്തെ സ്ഥലവും പരിസരത്തൊന്നുമില്ലല്ലോ. ഇതെല്ലാം ശ്രദ്ധിക്കണം. സമക്ഷസ്ഥനായിട്ടല്ലേ എന്നാൽ വൈശേഷികം ഫലം ഇതെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാനാവില്ലോ. എന്തുകൊണ്ട് സുഖം യഥാപൂർവം അചലം. സുഖമുണ്ട്, ഇത് ചലിക്കൂല. ഇങ്ങനെ എന്നാ ചലവിച്ച് അചലം ഇളകാതെ ഇങ്ങനെ പിന്നെ കണക്കവേ വിട്ടു കൊടുക്കണം. ഇതിനൊരു പര്യന്തവും ഒരിതും ഉണ്ടാവില്ലേ, നമുക്കൊരു പരിധിയൊക്കെ ഉണ്ടാവില്ലേ, എങ്ങനെ ഉണ്ടാവില്ലേ, സ്വതന്ത്രമായൊരു ഇത്ര നീക്കി വെച്ചതൊക്കെ ഉണ്ടാവില്ലേ. കിട്ടിയോ? അല്ല അതെല്ലാം ഉണ്ടല്ലോ, വ്യക്തമായിട്ടുള്ള രേഖകളുണ്ടാവും എല്ലാം. ഇനിയിപ്പോ ജലഭൂതോദയാണ്. നമ്മൾക്ക് നമ്മുടെ ഈ പ്രശ്നത്തിന്റെ പ്രധാന ഉദ്ദേശം വേഴ് നിൽക്കും ശുക്രനും ലഗ്നത്തിലെ ശനിയും ജീർണോദ്ധാരണവും ഗണപതിയുടെ നവീകരണവുമാണ് ഈ പ്രശ്നത്തിന്റെ ചിന്താബദ്ധി എന്ന് ലഗ്നത്തിലെ ശനിയും ഏഴിലെ ശുക്രനും കിട്ടി. അങ്ങനെ ഇരിക്കെ ഇത് സാധിക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരാണ് എന്താ കിട്ടത്? ജലഭൂതോദയമാണ്. ഗ്രഹോദയം പോലെ തന്നെ പ്രകൃതിയിൽ എല്ലാ സമയത്തും പഞ്ചഭൂതങ്ങൾ ഉദിച്ചസ്തമിക്കുന്നുണ്ട് അല്ലെ. പഞ്ചഭൂതങ്ങൾ അത് യാമം കണക്കാക്കിയിട്ടാണ് ചെയ്യാം. യാമാസ്തു ദിവസം അഷ്ടഭാഗ, ഒരു പകലിനെ 8 ഭാഗിച്ചിട്ട് 3:45 നാഴിക ഒരു യാമമാകുന്നു. അതിൽ നിന്ന് ഓജം യുഗ്മം പദം കണക്കാക്കിയിട്ട് പൃഥ്വി അപ്പ് അഗ്നി വായു ആകാശം എന്ന കണക്കിൽ പഞ്ചഭൂതങ്ങൾ ഉദിച്ചസ്തമിക്കുന്നുണ്ട്. അങ്ങനെ അസ്തമിക്കുമ്പോൾ ഈ ജ്യോത്സ്യരെ അഥവാ ദൈവത്തിനെ ഈ തിരുമേനിയെ നിങ്ങൾ ക്ഷണിക്കാൻ പോയ സമയത്ത് അവിടെ ആ സമയത്ത് ഉദിച്ച ഭൂതം ഏതാണെന്ന് വെച്ചാൽ ജലഭൂതമാണ്. ജലഭൂതം ഉദിച്ചത് കൊണ്ട് വളരെ നന്നായി. ഈപ്സിതം അജിരാൽ സിദ്ധ്യതി. ഈപ്സിതം എന്ന ഇംഗിതം, ഉദ്ദേശിച്ച കാര്യം അത് എങ്ങനെ സാധിക്കും? അജിരാത്. ചിരം എന്ന ദീർഘകാലം, അജിരം എന്ന് പറഞ്ഞാൽ കാലതാമസമില്ലാതെ, ചിരമല്ലാതെ. അല്ലേ? അത് ഒരു സംശയവും വേണ്ട. ഇതിന് നല്ലതിന്റെ തുടക്കമാണ് കേട്ടോ. നിങ്ങൾ കുറേ നമ്മൾ ഈ ജ്യോത്സ്യന്മാരെ വായിന്ന് ഒരുപാട് ഇങ്ങനെ കുറേ ദോഷവല്ലതും കേൾക്കാൻ ഇടയുണ്ടെങ്കിലും അതിന് കേട്ടോട്ടെ. ഇതിന് നേരെ ആവാനുള്ള സമയമായി ഞാൻ പറയും. ഇപ്പൊ അല്ലേ ദോഷമൊക്കെ ഞങ്ങൾ കുറേ പറയും, പക്ഷെ അത് നല്ലതിലേക്കാന്ന് കാണുമ്പോൾ എന്താവും, ഞങ്ങൾക്കും തുറന്നു പറയാൻ ഇത് നേരെയാവും. പിന്നെന്താ, കുറച്ച് വേദനിച്ചാൽ സാരമില്ല, നാളെ ഇത് സുഖാനുഭവിക്കും എന്ന് ഉറപ്പിച്ച് പറയാം. ചില സ്ഥലത്ത് അതേപോലെ അഗ്നിഭൂതമൊക്കെ വരും. ഭൂമിഭൂതം എന്നാൽ ദോഷമാണ് പറഞ്ഞത് രാജൻ. ഇപ്പം പിന്നെ പഞ്ചഭൂതങ്ങൾ ഭൂമി ആവുതിച്ചെങ്കിൽ, കാരണം മറ്റെല്ലാ കാര്യങ്ങൾക്കും ഭൂമിഭൂതം നല്ലതാണ്. ഭൂതേഷു ശുഭതാ വൃദ്ധി എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിന് മാത്രം ആചാര്യൻ പഞ്ചഭൂതങ്ങൾ ഭൂമി ദോഷാ പറഞ്ഞത്. എന്തായാലും പറഞ്ഞത് ഇതൊട്ട് മരിക്കൂല, അതിട്ട് ജയിക്കൂല, അങ്ങനെ പറയുന്ന. പിന്നെ അഗ്നിഭൂതാങ്കിൽ പിന്നെ നാശം തന്നെയാണ് അല്ലേ. വന്നോദേ സ്മൃതിവിരോധ. പിന്നെ വായുദയം വന്നാൽ ഗമനാഗമനാദി ജലകാര്യം, അത് ജലഭൂത ഏറ്റവും നല്ല ഫലം വന്നു. അതാണ് കിട്ടിയിട്ടുള്ളത്. സർവം സിദ്ധ്യതി. ആകാശഭൂതാങ്കല്ല ഇതുപോലെ തന്നെ സർവകാര്യം സാധിക്കും. ശരിയാ. ജലഭൂതവും ആകാശഭൂതവും ഗുണഫലത്തെ കൊടുത്തു, മറ്റേത് അനിശ്ചിതത്തെ കൊടുത്തു. ഇവിടെ ഗുണഫലത്തെ കിട്ടി. പഞ്ചഭൂതങ്ങളായി. പിന്നെന്താ? നാടികാഫലം. ചൊവ്വയാണ്. ചൊവ്വ കഴിഞ്ഞില്ല. അതെങ്ങനെയാ കണക്കാക്കാൻ വെച്ചാൽ, പ്രശ്നം ഏൽപ്പിച്ച സമയത്തെ നാഴിക വിനാഴിക വെച്ചിട്ട് 4 കൊണ്ട് ഗുണിച്ച് 7 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വന്നാങ്കിൽ മൃതി, 2 വന്നാൽ വിഭ്രമം, 3 വന്നാൽ കലഹം. മൃതി, വിഭ്രമ, കലഹ, സൗഖ്യ, നിർഗമ, ശിഷ്ടമില്ലാതെ വന്നാൽ ബന്ധനം അല്ലേ. ഇത് ഇങ്ങനെ അങ്ങനെ 7 ഫലം. ഇവിടെ നമുക്ക് 3ാമത്തെ ഫലം. 3ാമത്തെ ഫലം കലഹമാണ്. കലഹമുണ്ട്. 9:30 4 കൊണ്ട് ഗുണിച്ചാൽ മതി. 4×36 120, 2 കയറും, അന്നേരം 38 ആവും. അതിന് 7 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 7 35 കഴിഞ്ഞാൽ 3ാമത്തത്. 3ാമത്തെ ഫലം കലഹം. 3ാമത്തെ പൂർണ്ണഫലം അല്ലേ. ശിഷ്ടം വരാനുള്ള ഫലം അല്ലേ. പൂർണ്ണഫലമായിട്ട് അല്ലേ. അപ്പോ 3ാമത്തെ ഫലം കലഹം. എന്നാ കലഹം എന്ന് പറഞ്ഞാൽ എന്തിനായിരിക്കും അല്ലേ. കലന്ത് മധുരത്തിന് കലഹന്തീതി കലഹ. കലംഹന്തീതി കലഹ. കലന്ത് മധുരധ്വനവും
കലം അഥവാ കളം, കളനാദം, നല്ല വാക്കിനെയാണ് കലം എന്ന് പറയാം. ഇളയൊരഭേദ, സംസ്കൃതത്തിലെ ലകാരം നമുക്ക് ലകാരാണ്. അത് ഹനിക്കുന്നതാണ് കലഹം. കലത്തെ ഹനിക്കുന്നതാണ് കലഹം. നല്ല വാക്കിനെ അതാണ് കലഹം. കലർന്ന് മധുരധ്വനവും ഈശ്വരീയമായ കലഹമുണ്ടോ? അതാണല്ലേ. അതെ, മാനുഷിക കലഹമാണോ ഈശ്വര കലഹമാണോ? ലഗ്നേശോ അശുഭസംവിധോ ഇത് നൃപേഹേ പൃഷ്ടുഹു വിവൃത്തിർ നൃഭി. ലഗ്നം നരരാശിയായിട്ട് ലഗ്നാധിപൻ നിന്നുകൊണ്ട് നരന്മാരിൽ തന്നെയാണ് അല്ലേ പറഞ്ഞല്ലേ. അതിൽ ഇത് മനുഷ്യൻ്റെതാണോ ദേവന്റെതാണോ മറ്റൊന്നും പശുവാദികളാണെന്ന് ചോദിച്ചാൽ എന്താ വെച്ചാൽ നൃഭി. നൃശബ്ദം പുരുഷ മനുഷ്യന്റെ ശബ്ദം. ദേവകാരകന് വേദത്തിലല്ല നിൽക്കുന്നത്. അതുകൊണ്ട് ദേവകാരകൻ 10ാം ഭാവകാരകനായിരിക്കുന്ന ദേവകാരകനായിരിക്കുന്ന ഗ്രഹം വേദത്തിലല്ലാതും ദേവതകളുടെ വേദങ്ങളല്ല അല്ല, കലഹത്തിന്. മനുഷ്യമായ കലഹം തന്നെയാണ്. അപ്പോൾ അല്പം ഒരു വിട്ടുവീഴ്ച മനോഭാവവും ഒരു പരസ്പരം ഒരു 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 എന്താ പറയാ, നമ്മളൊരു മനോഭാവം നമ്മളിൽ വേണ്ടതുണ്ട് കേട്ടോ. അതല്പം ഇത് വിഷമം വരുന്നുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടമുണ്ടായി. ഈ തിരുമുറ്റത്ത് വെച്ചെന്തെങ്കിലും ഊരാളന്മാർ തമ്മിൽ തന്നെ മാനസികമായിട്ടൊന്ന് ഒരു കുരുത്തക്കേട് വന്ന് ഒരു യുദ്ധമുണ്ടായി. ഇവിടുന്ന് ആരെങ്കിലും ഇവിടുന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. അത് വിശേഷകാലത്തായിരിക്കണം. ഇപ്പോഴൊന്നുമില്ല, അത് മുമ്പേ ഇപ്പോഴൊന്നുമില്ല, മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഉണ്ടാവും. അത് ഉണ്ടാവുന്ന അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ ആരും വിടൂല. അങ്ങനെ ഉണ്ട്. ആ, ഈ ഉദയലഗ്നത്തിലേക്കും അങ്ങനെ ഗോചരമുണ്ട് ഈ രാശിയിൽ. എല്ലാരും യുദ്ധം കൽപ്പിച്ചൊരു കാലഘട്ടം എവിടെയാ പറഞ്ഞാല് ലഗ്നാധിപോയതി പാവ പാവേന യുധിഷ്ഠിതോ വാസ്യാൽ ലഗ്നാൽ പൂർവാപരകവും പാവവും യുദ്ധം ഘോരം തഥാ നിർദ്ദേശിക്കും. യുദ്ധം തുടങ്ങാം. ലഗ്നാധിപോ ഇത് പാപ, ഉദയലഗ്നാധിപൻ പാവനാവണം. അഥവാ പാവേന യുധിഷ്ഠിതോ വാസ്യ, ലഗ്നാൽ പാവനോട് ചേർന്നാൽ മതി. ലഗ്നാൽ പൂർവാപരകവും പാവവും, ലഗ്നത്തിന്റെ 2ഉം 12ഉം പാവമധ്യവാസം ലഗ്നത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ യുദ്ധം ഘോരം തഥാ നിർദ്ദേശം. അത് ശനിദൃഷ്ടിയും കൂടി വന്ന ലഗ്നാഥനാണ്. ശനിദൃഷ്ടിയെ നമുക്ക് തള്ളിയാലും ചൊവ്വാദൃഷ്ടി അവിടത്തേക്ക് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് നമ്മള് നാവെന്ന് പറഞ്ഞുകൂടാത്ത കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോയിട്ടുണ്ട്, മുഴിച്ചിട്ടുണ്ട്. ഒരു വാഗ്ദോഷ പരിഹാരം കാര്യത്തിൽ വേണം. അതിൽ തീരാതെ ഗ്രഹയുദ്ധങ്ങളില്ല, ഗ്രഹയുദ്ധമില്ല, സംശയം. മാനുഷികമായിട്ടുള്ള വാഗ്ദോഷം നല്ലോണ്ടായി. അത് ഇന്നും തീരാതെ നിൽക്കുന്നുണ്ട്. ഇപ്പം പിന്നീട് ഇപ്പം തിരുമേനി പറഞ്ഞ പോലെ ഒരു കൂട്ടായ്മയോട് ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ആ പറഞ്ഞ ആ വാക്കിന്റെ ധ്വനിയുടെ ഇങ്ങനെ ഈ പ്രകൃതിയിൽ ഇങ്ങനെ ശരിയല്ലേ ചന്ദ്രൻ അവാഗ്വിന്ദാവശ്വേ വസന്തികൈഹി ത്രികോണകജ്ഞേ വിവലൈഹി തതോപരൈഹി അല്ലേ? അതിലെ പ്രമാണത്തിന് ആദ്യമല്ലേ ത്രികോണകജ്ഞേ വിവലൈ തതോപരൈഹി മുഖാംഗഹസ്തൈ ത്രിഗുണസ്തദാ ഭവേത് അവാഗ്വിന്ദാവശ്വേ വസന്തികൈഹി. ഓ ത്രികോണകജ്ഞേ ത്രികോണകജ്ഞൻ ബുധൻ ത്രികോണസ്ഥനായിട്ടോ നവാംശസ്ഥനായിട്ടോ വന്നിട്ട് ഈ ഇടവൻ രാശിയോ ആരൂഢായിട്ടോ അഥവാ അവാഗ്വിന്ദാവശ്വൈ വസന്തികൈഹി. വസന്തികം രാശിസന്ധികത്തിൽ അന്ത്യദ്രേക്കാണത്തിൽ വന്നാലും മതി കേട്ടോ. ലഗ്നമൊക്കെ അന്ത്യദ്രേക്കാണാം അല്ലെ? അങ്ങനെ ഗണിച്ചപ്പോ അങ്ങനെ ലഭിക്കുന്നത് ഒറ്റയുണ്ട്. ഈ പിന്നെ നമുക്ക് ഈ അങ്ങനെ ഉണ്ടോ തറവാട്ടിൽ ഇല്ലത്ത് അങ്ങനെയുള്ള ഈ സംസാരിക്കാൻ കഴിയാത്ത കുട്ടികളൊന്നും ജനിച്ചു പോയിട്ടുള്ള അങ്ങനെ ഈ കലഹത്തിന് ശേഷമാണേ 10-40 കൊല്ലം മുമ്പേ ഇതെല്ലാം യോജിപ്പിച്ചു എന്ന് പറയാൻ ശേഷം വല്ലതും നമ്മൾ ഇല്ലത്ത് അങ്ങനെയുള്ള ഭിന്നശേഷിയുള്ള കുട്ടികളൊന്നും ഇല്ലെന്നുള്ളൊന്നും അല്ലേ? ചിലകളൊക്കെ ഉണ്ടാവും, അതെല്ലാം ചിന്തിക്കണം. സംസാരിക്കാൻ പറ്റാത്ത അതിലുണ്ട് ചില കുഞ്ഞുങ്ങളുണ്ട്. അതിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പേരെടുത്ത് പറയണ്ട, നമുക്കത് പാവല്ലേ. കാരണം ആരോ ചെയ്ത പാവം ആരും അനുഭവിക്കുന്നില്ല, ചെയ്ത ആൾ ആരും അയക്കും. കുട്ടികള് നിരപരാധികളുടെ അതല്ലേ പുസ്തകത്ത് പറഞ്ഞത്. നിങ്ങൾ ഇങ്ങനെ കണ്ട വേഗം അല്ലേ അജയ് ഈശ്വരം ആ കാര്യം ഉത്തരവാദിത്വം പറഞ്ഞു കൊടുത്തല്ലേ.
കുട്ടികൾക്ക് ദോഷം വന്നാൽ ഉടനെ വഹിച്ചോളാം, അന്നേരം തന്നെ പറഞ്ഞു കൊടുക്കൂലേ? വലിയ ബുധന്റെ അഷ്ടവർഗത്തില് പാപവർഗങ്ങൾ മിണ്ടാത്തവരുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അല്ലേ? ശീതളപാത്രം, ചെമ്പാതകൾ, പുത്രവത്സദീനാട്യ, അവിടെ ഗുളി രണ്ടില് ഗുളി പാപഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ പറയാമോ? അസഭ്യ രാഹു രണ്ടിരുന്നാൽ അസഭ്യമായ വാക്കുകൾ എന്തോ അതുണ്ടാവും, അതുണ്ടാവും. വിരോധവാക്കുകൾ അതങ്ങനെ ചർച്ച ചെയ്യണ്ട. അപ്പോൾ അത് ഒരു എല്ലാവരും ആലോചിച്ചിട്ട് അവനവന്റെ ധാർമ്മിക ഉത്തരവാദിത്തോട് ചെയ്യാം. പിന്നീട് നന്ദി ഭജിക്കണം. തിരുമേനി ഊരാളന്മാര് ഭഗവാൻ തിരുമേനി ഇതിന് വേണ്ടെന്നറിയോ? ഊരാളന്മാര് മുഴുവൻ ഭഗവാനാ കുളിച്ചു തൊഴണം. നന്നായി ഒരാൾമാർ നന്നായിട്ട് കുളിച്ചു തൊഴട്ടെ അല്ലേ? ഇതിലേക്ക് ഭഗവാൻ നല്ലോണം ഇപ്പൊ അങ്ങനെ ഇല്ലേ? പതിവില്ലേ? ഇല്ല, ഒരുമിച്ചൊന്നും ഉണ്ടാവില്ല. ഈ പറഞ്ഞ മാതിരി ഓരോ ഭാഗത്തല്ലേ ഓരോ ആൾക്കാർ അത് വിശേഷ കാലത്തായാലും വന്നിട്ട് നല്ലോണം ചെയ്യേണ്ടതാണ്. ഇവരെല്ലാരും ഒന്ന് കാണാൻ എല്ലാവരും ഒന്നിച്ചെന്ന് പറയുന്നില്ലേ? അതങ്ങനെയാ പറഞ്ഞത്. ആശയം അങ്ങനെയാ പറഞ്ഞത്. സംശയമില്ല. അതെ, വരുന്ന അധികാലം വരുന്നുണ്ട്. അവരവരുടെ പ്രാർത്ഥനയ്ക്ക് എല്ലാം ചെയ്യുന്നുണ്ട്. മിത്രൈസാർദ്ധം വൈമനസ്യാഭിവൃദ്ധിന. വൈമനസ്യാഭിവൃദ്ധിയാണ് മിത്രൈസാർദ്ധം. മിത്രങ്ങളോടുകൂടി വൈമനസ്യുണ്ടായി. ഒറ്റ മനസ്സോടുകൂടി ഇവിടെ മിത്രങ്ങളായി പെരുമാറുന്ന ആൾ വിമനസ്സുകളായതുകൊണ്ട് ഭഗവാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പരിഹാര സമയത്താവട്ടെ കേട്ടോ. ഇപ്പം നാളെ ഒന്നല്ലല്ല, നാളത്തെ ഇപ്പം പെട്ടെന്ന് ചെയ്യട്ടെ. അതിന് ശേഷമുള്ള അങ്ങോട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ തിരുവോണ വിശേഷമൊക്കെ ഉണ്ടാവല്ലോ. നമുക്ക് രോഹിണി അതെല്ലാം വരുന്ന സമയത്ത് അങ്ങനെ കാലത്ത് എല്ലാവരും ഒന്ന് ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും ഇവിടുന്ന് കുളിച്ചിട്ട് അങ്ങനെ ഒരു ദിവസം ഭംഗിയായി എല്ലാ ഒരാളന്മാരും അവരെ മക്കളും മക്കളെ മക്കളും എല്ലാം വരും. അത് പതിവുണ്ടാവും. അതിപ്പോ എപ്പോഴാണ് അതിപ്രശസ്തമായിട്ട് കൈകാര്യം ചെയ്യും നമ്മളെ എല്ലാവരും. അതുണ്ടല്ലേ? അതുകൊണ്ടൊക്കെയാണ് ശുഭാനാമുദേ പിന്നെ മുഹൂർത്തം പറഞ്ഞ മുഹൂർത്തിന്റെ ഫലം പറഞ്ഞ പ്രസിദ്ധേ അല്ലെ? അമൃതാഖ്യ ആരോഗ്യായ ശുഭം സ്യാൽ വീക്ഷണത്തിൽ ആത്മസൗഖ്യം. ശുഭസംവീക്ഷണം ആത്മസൗഖ്യം. പുണ്യോത്പത്തി മുഹൂർത്തെ അമൃതായാം നാട്യാം ആരോഗ്യ സമ്പത്ത് നന്നായിട്ട് കിട്ടി അല്ലേ? ഭാവി കാലം നന്നാവും കിട്ടി. ഇനിയോ ദൈവജ്ഞാന സമാഹിത സമയം കഴിഞ്ഞു, സമയചിന്ത കഴിഞ്ഞു. ഇനി ദൈവജ്ഞന്റെ ഗൃഹത്തിന്റെയാണ്. ആരാണ്? സ്ഥലപ്രസൂത സമ്പൂർണ്ണ പഞ്ചേന്ദ്രിയ മനപ്രീതി കരയേ ഗോമയവാരണ തക്ഷണ പ്രോക്ഷിതക്ഷുണി തലേ സമസുന്ദരേ മംഗളകർമ്മസംയുക്താമന്ദിരേ സ്ത്രീ മന്ദിരേ ഭാര്യപുത്രാചാര ഒരു നിമിത്തമാണ് ഈ ചൊല്ലിയ ശ്ലോകം. ഒരു മുഴുവൻ നിമിത്ത ശാസ്ത്രമാണ്. അപ്പോൾ ദൈവജ്ഞന്റെ അടുത്ത് ഭൂതന്മാർ പോകുന്ന സമയത്ത് ദൈവത്തിനുണ്ടാകുന്ന ആത്മനോനുഭവങ്ങളാണ് ഈ പറഞ്ഞത്. അത് നല്ല സ്ഥലത്ത് വെച്ച് കാണാനിടയാകുക, നല്ല രീതിയിൽ കാണാനിടയാകുക, ഫലപ്രസൂന സമ്പൂർണ്ണ മഹീപുരം നല്ല ഫലഭൂയിഷ്ടമായ സ്ഥലത്ത് വെച്ച് ദൈവത്തിനെ കണ്ടാൽ വന്നു. സ്നിഗ്ധഭൂമിതരേ രത്നകാഞ്ചന സമന്വിതേ അഥവാ പഞ്ചേന്ദ്രിയ മനപ്രീതികരെ, പഞ്ചേന്ദ്രിയങ്ങൾക്കും മനസ്സിനും പ്രീതികരമായ സ്ഥലത്ത് വെച്ച് ദൈവത്തിനെ കണ്ടാലും, ഗോമയവാരുന്ന തർണ ചാണകം മെഴുകിയ സ്ഥലത്ത് വെച്ച് കണ്ടാലും, മംഗല്യകർമ്മ സംയുക്തേ ഒരു വിശിഷ്ടമായ നല്ല കാര്യം നടക്കുന്ന സമയത്ത് ദൈവത്തിനെ കണ്ടാലും, സമസുന്ദരേ നിരന്ന പ്രദേശത്ത് വെച്ചിട്ട് കുന്നും കുഴിയില്ലാത്ത സ്ഥലത്ത് വെച്ച് ദൈവത്തിനെ കണ്ടാലും, മംഗലസ്ത്രീ സമാകുലേ മന്ദിരേ ഹൃഷ്ടപുഷ്ടജനാശ്രിതേ പുത്രഭാര്യാദി ഹൃഷ്ടപുഷ്ടജനാശ്രിതേ മന്ദിരേ. ഇപ്പോ ഗൃഹസ്ഥനായിട്ട് അസ്വസ്ഥയത്തിനല്ലാതെ ഒരു സന്തോഷമുള്ള കാലഘട്ടത്തിൽ ദൈവജ്ഞൻ ഇരിക്കുന്ന സമയത്ത് വന്നു കണ്ടാലും, പ്രാപ്നോതി അഭിമതം ധ്രുവം, നമ്മൾ പോയി ഉദ്ദേശിച്ച കാര്യം വേഗം സാധിക്കുവാൻ ദൈവജ്ഞൻ ഹൃദയമാക്കിക്കൊള്ളണം എന്നല്ലേ അതിന്റെ ആശയം? ഇങ്ങനെ വന്നു കണ്ടാ നമ്മൾ ഫലം പറയാൻ പോകുമ്പോ ഇത് പറയാം. ഏതെല്ലാം സ്ഥലത്തുനിന്ന് ക്ഷണിക്കാൻ പാടില്ല.
അതിന് വിപരീതമായിട്ട് ശ്ലോകം ആചാര്യം പറഞ്ഞു. മഹാവനേ ശ്മശാനാം ദേവിന്നോശ്ചേ ശൂന്യമന്ദിരേ ഗൃഹേ ജാപ്തജനേ ജാപ്രേതക്രിയാം ജശുഭകർമ്മണി യലാഗ്നിശുഷ്കവൃക്ഷാന്തേ തദേവേന്ദ്രചേതസം അനിഷ്ടതപ്രദേശേ കൃഷ്ണാമിഷ്ടബലപ്രദ. ഇഷ്ടബലപ്രദം. അതുപോലെ തന്നെ അനിഷ്ടബലപ്രദമായ ദേശങ്ങൾ മഹാവനം, കാടുകളിൽ വെച്ച് കാണുക, കാവുകളിൽ വെച്ച് കൊണ്ടുപോവുക, ശ്മശാനത്തിന്റെ അല്ലെ പരിസരത്ത് വെച്ചിട്ടോ അതാ ശ്മശാനകർമ്മം നടക്കുന്ന സന്ദർഭത്തിൽ വെച്ചിട്ടോ ശൂന്യമന്ദിരേ താഴ്ചയുള്ള സ്ഥലങ്ങളിൽ ഒരു സ്വസ്ഥമല്ല നല്ല സ്ഥലത്ത് വല്ലാത്ത സ്ഥലത്ത് കണ്ടാലും ശൂന്യമന്ദിരം ആളൊഴിഞ്ഞ വീട്ടിൽ വെച്ച് ദൈവത്തിനെ കണ്ടാലും രോഗികളില്ല ആശുപത്രിയിൽ വെച്ച് കാണുക, ഇല്ലെങ്കിൽ രോഗികളുള്ള സ്ഥലത്ത് വെച്ച് കാണുക, അഥവാ മനസ്സിന് ഹിതകരമല്ലാത്ത സ്ഥലത്ത് വെച്ച് കണ്ടാലും ബലിയിടുന്ന സമയത്ത് കണ്ടാലും ഇതങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്താവും? പ്രശ്നം അനിഷ്ടഫലപ്രദമായി പോകും. പിന്നീട് പറയുന്നത് സ്നാന ഭോജന നിദ്ര. കുളിക്കുന്ന സമയത്ത് പറയാൻ പാടില്ല, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറയാൻ പാടില്ല, നിദ്ര ഉറങ്ങുന്ന സമയത്ത് വിളിച്ചു പറയാൻ പാടില്ല. നിജകർമ്മസു ഇദ്ദേഹം പ്രശ്നം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വെച്ചാൽ അത് നല്ലതാണ്. അതിന് എന്താ പറഞ്ഞത്? ദോഷം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പറഞ്ഞുകൊള്ളുന്ന. അപ്പൊ ഇവിടെ ഇപ്പോ ദൈവജ്ഞന്റെ ചിത്തം ദുഷ്ടമാവണം. അങ്ങനെയാണെങ്കിൽ ദൈവജ്ഞഭാവം നമുക്ക് കിട്ടിയത് മകരരാശിയാണ്. 5 വ്യാഴമുണ്ട്. കർമ്മത്തിൽ പാപഗ്രഹമൊന്നുമില്ല. ചിത്തേ വാചകർമ്മണി പേടിക്കണ്ട കേട്ടോ. ഇയാള് അങ്ങനെയാണ് ഈ 5 സന്താന ദുരിതം നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും ദേഹത്തിന്റെ അങ്ങനെ ഒരു ജാതകം സമയത്താണല്ലേ. അല്ല അത് ശേഷം ഏതായാലും അതിന് സമാധാനം എന്തറിയോ? അങ്ങയുടെ ദിനേരിയെല്ലാം പൂർത്തിയായിരുന്നല്ലോ. ഒരു ദൈവജ്ഞന്റെ ധർമ്മമായ ബ്രാഹ്മണന്റെ എല്ലാ നിത്യനിഷ്ഠയും കഴിഞ്ഞ ശേഷം ഒരു ജ്യോത്സ്യനായി അദ്ദേഹം ചെയ്യേണ്ട കൗടിക്രിയ മുഴുവൻ ചെയ്ത് പ്രശ്നം നോക്കുന്ന സമയം എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വസ്ഥനാണല്ലോ. ഇവർ വേറെ ആള് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾ കയറാൻ പാടില്ല. ഏതായാലും ഒരു സന്ദർഭം വളരെ അനുയോജ്യം അല്ലേ? അല്ലേ? ഒരു ഗ്രഹസ്ഥയിൽ അത് കാണുന്നില്ല. 5ാം ഭാവത്തിലൊന്നും ഭാവയോഗമില്ല. ഒരാളുടെ മനസ്സും കാര്യമൊക്കെ ചിന്തിക്കുന്ന 5ാം ഭാവമാണ്. ഈ ജ്യോതിശാസ്ത്രം ചൊവ്വേനെ കൊണ്ട് സുബ്രഹ്മണ്യന്റെ അനുഗ്രഹമുള്ള രാശിയാണ്. പിന്നെ 10ാം ഭാവത്തിൽ പാവഗ്രഹമൊന്നുമില്ല. അതൊന്നും വിഷമമൊന്നുമില്ല. അതിന്റെ അനുഭവം ആത്മനോനുഭവസ്ഥേഷു താദൃശ പ്രത്യേകിച്ചില്ല. ദൈവജ്ഞൻ ദൈവോൽപശ്യനുള്ള കൊണ്ട് ഈ ദൈവജ്ഞന്റെ അനുഭവങ്ങള് ഗുണമാണെങ്കിൽ അത് അപ്പൊ ഭാവിയിലേക്ക് ശ്രേയസ് ഉണ്ടാവും. എന്തുകൊണ്ട്? ദൈവജ്ഞനെ സംബന്ധിച്ചിട്ട് ഒരു സ്വസ്ഥാന്തരാത്മാവായിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ കാര്യവും പൂർത്തീകരിച്ച് ഒരു കർമ്മദുരിതനായി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പോയി എന്നുള്ളത് ഏറ്റവും ശ്രേയസ്. അതൊരു സന്താനചിന്താ വിഷയമാണെങ്കിൽ ഭാവിയിലേക്ക് നല്ലതല്ലേ? ഒരു മരിച്ചാളെ വേണ്ടി ആശ്രയിച്ച സമയമല്ലല്ലോ, ഒരു പ്രേത വിഷയമല്ലല്ലോ, പിന്നെ ആളെ കാണാണ്ടായിട്ടൊന്നല്ലല്ലോ. അങ്ങനത്തെ ഒരു ആത്മനോനുഭവത്തിൽ അങ്ങനെയൊന്നുമില്ലോ, ഒന്നുമില്ല. ഒരു ശുഭലക്ഷണമാണ് അല്ല അത് അങ്ങയുടെ അല്ലേ ചിത്രത്തിൽ ഉദിക്കുന്നതാണ്. അതാ നമ്മളത് ഗ്രഹവചനം കൊണ്ട് കാണിക്കാൻ പറഞ്ഞാലും ആത്മനോനുഭവം എന്ന് പറഞ്ഞാൽ അത് ഒന്നുമില്ല. നന്നായിട്ടുണ്ട്. അപ്പൊ ഏൽപ്പിച്ച അത് ഇല്ലത്ത് വെച്ച് വന്നല്ലോ. നന്നായി. ദൈവജ്ഞേന സമാഹിരേണ സമയ ദേശ സ്വവായു ദശ അന്നത്തെ വായു. ശരി. ദിവസത്തെ എന്തെങ്കിലും ക്ലിയറായിട്ട് ഞായറാഴ്ചയാണ്. ശ്വാസഗതി വലത്ത് ഭാഗത്ത് അല്ലേ? ശരി. ശ്വാസം വലത്ത് ഭാഗത്താണ്. വാരേഷിണ്ടുപുടങ്കിരോ ഭൃഗോം വാമേതരന്മാരുടെ ഭൗമാത്രാർക്കിടേഷു എന്താണ് ഈ ചിന്ത എന്ന് വെച്ചാൽ ശ്വാസപരീക്ഷണം എന്നൊരു തത്വം ഇതിനുള്ളിലുണ്ട്. അതാണ് എന്താണ് വായു എന്ന് ചോദിച്ചപ്പോ അത് പറഞ്ഞു ഇന്നലെ നമുക്ക് ദൈവജ്ഞന്മാർക്കും അഥവാ നിങ്ങൾക്കൊക്കെ തന്നെ കാര്യം ശ്വാസപരീക്ഷണം ഒരു നമ്മുടെ ദിനേരെ കഴിഞ്ഞ് വന്നാല് അതാ ദിവസത്തെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്വാസപരീക്ഷണം നടത്തുക എന്നൊരു പദ്ധതി നമുക്കുണ്ടല്ലോ.
അതെങ്ങനെയാ വെച്ചാൽ പിന്നെ ഇടാംപ്രപന്നെ ശ്വസനെ വിദഗ്ധ്യാൽ ഇടാ പിങ്കള സുഷുമ്ന 3 നാഡികളെ പ്രത്യേകം മനസ്സിലാക്കിയിട്ട് തിരുന്നതം പ്രാപ്തി സമം ശരീരത്തെ നേരെ നിർത്തിക്കൊണ്ട് നട്ടല് വളയാതെ നേരെ ഇരുന്നിട്ട് ഈ നാസാദ്വാരങ്ങളെ 2ആയി ഭാഗിക്കണം. ഇങ്ങനെ വെച്ചിട്ട് കൈ വെച്ചിട്ട് 2 ഭാഗമാക്കിയിട്ട് ഇടത്തെ മൂക്കിലെ ശ്വാസം ഇടാനാടിയിലെ ശ്വാസമാണെന്നും വലത്തെ മൂക്കിലൂടെ വരുന്ന ശ്വാസം അത് പിങ്കളയാണെന്നും മധ്യത്തിൽ അത് സുഷുമ്നയാണെന്നും മനസ്സിലാക്കി സങ്കല്പിച്ചിട്ട് ദീർഘമായി നിശ്വസിക്കണം. ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് നിശ്വസിക്കുമ്പോൾ ആ സമയത്ത് ശ്വാസം ഇടത്തെ നാഡിയിലൂടെയാണ്, ഇടത്തെ മൂക്കിലെ ശ്വാസം അധികം പുറത്തോട്ട് പോയാൽ ഇടാനാടിയാണ് ആ സമയത്ത് പ്രവർത്തിച്ചെന്നും വലത്ത് ഭാഗത്താണെങ്കിൽ അത് പിങ്കളയാണെന്നും ഇത് രണ്ടും അല്ലെങ്കിൽ സുഷുമ്നയാണെന്നും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ ഇങ്ങനെ കൈവെക്കുന്നത് 2 ആവശ്യമാണ്. ഒന്ന് ഈ നാസാദ്വാരങ്ങളെ 2ആയി വിഭജിക്കാനാണ്, രണ്ടാമത് അങ്കുലം കണക്കാക്കാനാണ്. ഈ ശ്വാസത്തിൻ്റെ ദൈർഘ്യം ഓരോ വെള്ളം സ്പർശിച്ചു പോകുമ്പോൾ ഇത്ര അങ്കുലം ഇതിന് ദീർഘമുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള നിയമം കൂടി ഇങ്ങനെ കൈവെക്കുന്നുണ്ടാവും. അതിനാണല്ലോ അങ്ങനെ വെക്കുന്നത് അല്ലേ? ഒരു ഫലം പോലെ പറഞ്ഞല്ലോ, മേദിന്യാഹർ ഷോഡശാങ്കുലം. ഇതെങ്ങനെയാണെന്ന് അറിയാലോ. പിന്നെ അങ്ങനെ വിഭജിക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? ഞായറാഴ്ച ദിവസമാണ് അന്ന് ശ്വാസം വലതു ഭാഗത്താണ്. അത് വാരേഷു അങ്കിരോ ഭൃഗുവാം വാമേ ചരൻ മാരുത ഭൗമ അർക്ക ആർക്കി ദിനേശ ദക്ഷിണഗത. ദിനേശൻ സൂര്യൻ. സൂര്യവാരത്തിൽ ദക്ഷിണഗതമായ ശ്വാസം അഭിഷ്ടപ്രദം. ശ്വാസം നേരെയായിട്ടുണ്ട്. എന്താ ശ്വാസം? നല്ല നിവേദ്യങ്ങൾ ഭഗവാനിന് ഭാവിയിലേക്ക് ചെയ്യാനാവും. അതോടൊപ്പം ഇവിടെ ഊട്ടുപുരയിൽ നന്നായിട്ട് ബ്രാഹ്മണ ഭോജനം വേണം കേട്ടോ. അല്ലാണ്ട് സാധാരണ ഭോജനം അല്ല കേട്ടോ. നിങ്ങളുടെ സമ്പ്രദായത്തിലുള്ള ഭോജനം ഇങ്ങനെയൊക്കെ വേണം. നമുക്കതിനെ പറ്റി അറിയില്ലോ. ഇങ്ങനെ കണ്ടാൽ അങ്ങനെ വേണമെന്നില്ല പറയാം അല്ലേ? ഒത്തൂട്ട് വേണം, പിന്നെ മറ്റു കാര്യങ്ങൾ വേണം, പിന്നെ ബ്രാഹ്മണർക്കുള്ള ഇവിടെ ഇരുന്ന സംഗതി വാരമുണ്ട്. വാരത്തിന്റെ ശരിക്കും വേണ്ടത് വില്ലമ്പേട്ടലാവുന്നത്. ഇപ്പൊ വില്ലമ്പേട്ടലല്ല ആഗ്രഹിക്കാറില്ല. ഞാൻ വരാറുമില്ല. അതതിൻ്റെ സമ്പ്രദായം പോലെ ചെയ്യണം. ഇത് അത് പിന്നെ എന്താ അങ്ങനെ ഇലയെടുക്കുന്ന ഭക്ഷണത്തിന്റെ മുകളിലാണ്. അതുകൊണ്ടൊന്നല്ല നമ്മളെ ആൾക്കാർക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ടാണ്. ഇല്ല, കാര്യം പറയാലോ. നമ്മൾ തുടങ്ങുന്ന വാരത്തിനുള്ള അതിന്റെ ഉള്ളിൽ കൊടുക്കണം അഭിപ്രായം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പലതവണ പറയലുണ്ട്. അകത്ത് 4 വാരം മണ്ഡപത്തിൽ ചെയ്യേണ്ടതാണ്. ദേവന്റെ വാരമാണ്. ദേവന്റെ വാരം മണ്ഡപത്തിൽ നിന്നിട്ടാണ് വേദം ജപിക്കേണ്ടത്. അതിന് പന്തി വെള്ളം വലതുഭാഗത്ത് എലിയിടണം. അഗ്രഭാഗത്ത് എലിയിട്ടിട്ടാണ് ഭക്ഷണം വേണ്ടത്. അത് പണ്ടുണ്ടായിരുന്നു, ഇന്നില്ല. ഈ കലശം ഒരു കൊല്ലം വരെ ഉണ്ടായിരുന്നു ഭോജനം. അല്ലാണ്ട് നമ്മള് വയറിറച്ചി കേൾക്കലല്ല. അത് ഭഗവാന്റെ വിഷയത്തിൽ നമ്മള് കഴിക്കില്ല. മറ്റേ ഊരാളന്മാർ ഈ ചുറ്റിലിരുന്നിട്ട് കഴിക്കില്ല. അപ്പുറത്തെ ചുറ്റിൽ ഊരാളന്മാരും വന്ന ആൾക്കാരെ ക്ഷണിച്ചിരുത്തിയിട്ട് ഇപ്പുറത്തെ ഭാഗത്തും അങ്ങനെയാണ് പതിവ് ഉണ്ടായിരുന്നത്. അല്ല, നമ്മളത് ഓരോ ശാസ്ത്ര നിയമങ്ങളും പാരമ്പര്യവും നമ്മൾ അനുശാസിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ എന്താ, നിങ്ങൾ ഇന്ന് അങ്കശാലയ്ക്ക് കൂടെ ഇരിക്കുക, ഞങ്ങളവിടെ ഇരിക്കാം, പക്ഷെ അങ്ങനെ ഇരിക്കില്ല. എന്തുകൊണ്ടാ? അതിനൊരു നിയമമുണ്ട്. ആ നിയമം നമ്മൾ തെറ്റിക്കട്ടെ അല്ലേ? അല്ല, നമ്മളതല്ലേ, അതൊക്കെ നമ്മൾ ഓരോന്നിനും എന്താ അങ്ങനല്ലേ, നമ്മൾ അതൊക്കെ മനസ്സിലാക്കി ജീവിക്കണം. അപ്പോൾ അതുകൊണ്ടെന്താ, നിങ്ങൾക്കൊരു നിയമമുണ്ട്. ആ നിയമം നിങ്ങൾ കൃത്യമായിട്ട് കൊണ്ടു നടക്കണം. ഈ കുലധർമ്മവും കുലാചാരവും നശിക്കുമ്പോഴാണ് സർവനാശം ഉണ്ടാകുന്നത്. എല്ലാവർക്കും ഓരോ നിയമമില്ലേ, അത് നഷ്ടപ്പെടും. അന്നത്തെ പൂജക്ക്, വാരത്തിന്റെ പൂജക്ക് 4 കറികൾ ഉണ്ടാക്കി നേടിയിട്ട് അതാണ് വിളമ്പ്. അതാണ് വിളമ്പിലെ ചരിത്രം. വാരത്തിന്റെ സദ്യ അങ്ങനെയാണ്. വഴിപാടായിട്ട് അങ്ങനെ അല്ല, ഒരു ദിവസം ചെയ്തതിനെ കൊണ്ട് കാര്യമില്ല. ഇത് 12 മാസങ്ങളിലും ചെയ്യേണ്ടില്ലാണ്ടായാൽ പിന്നെ ഒരു ദിവസം ചെയ്ത അതിപ്പോ ഈ നിവേദ്യ ഇത് കഴിക്കുന്ന പതിവ് ഇല്ല. കുറെ കാലമായി നമുക്കറിയുന്ന വിധത്തില് ഈ വെച്ചിട്ട് പിന്നെ പായസവും
പിന്നെ നിവേദ്യം മാത്രമേ കഴിക്കുള്ളൂ. മറ്റേ കഴിക്കുന്ന സമ്പ്രദായം നമുക്ക് ഓർമ്മയിലില്ല. ഭാരതത്തിന്റെ സദ്യ എന്ന് പറഞ്ഞാൽ ഇതാണ് 4 അല്ല, അതങ്ങനെ സമ്പ്രദായം ഇവിടെ ഉണ്ടായിട്ടില്ല ഇതുവരെ. അത്രയും നമുക്ക് ഇല്ല അറിയില്ല. അല്ല അത്തനാക്കിട്ട് അല്ല, അവത്തനാക്ക് അല്ല, നിവേദ്യം ഇല്ല എന്നാ പറഞ്ഞത്. നിവേദ്യം ഇല്ല എന്നാ പറഞ്ഞത്. ഏതായാലും പൂർവാചാരങ്ങളെ പുനഃപരിശോധന നേരെയാക്കേണ്ടതുണ്ട്. ഭഗവാൻ മുഷ്ടഭോജനം ഉള്ളു നാക്കലുണ്ട്. അല്ലെ അങ്ങനല്ല കേട്ടത്. മുമ്പ് ആടം നാക്കൽ. ഇവിടെ ഉണ്ടാകുന്നോ ഇല്ലോ നോക്കാം. ബുക്തിപടി ആയിരിക്കുന്ന ഗൃഹം 3-ാം ഭാവപടി 4 വ്യാഴത്തിനോട് കേന്ദ്രീകരിച്ച് ലഗ്നകേന്ദ്രത്തിൽ നിൽക്കുമ്പോൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മൂർത്തിരമത്രം ഭക്ഷ്യം ഭോജ്യം ഉപദംശാഹ സേചനവന്നം സഹബുക്ക്. ഒരു പൂർത്തി 12 ഭാവങ്ങളെ കൊണ്ട് ഒരാളുടെ ഇതിന്റെ ഭുക്തി വിഷയങ്ങൾ മുഴുവനും ആചാര്യം കൃഷ്ണാചാര്യം പറഞ്ഞു. ഭുക്തി പ്രശ്നം തന്നെ പേരിനെ കൊടുത്തിട്ടുണ്ട് അല്ലേ. മൂർത്തി ലഗ്നം കൊണ്ട് ഉജിക്കുന്ന ആളെയും 2 കൊണ്ട് അമത്രം, 3 കൊണ്ട് ഭക്ഷ്യം, 4 ഭോജ്യം, 5 ഭോജേതൃഭാവം ഉജിക്കുന്ന ആളുടെ മനസ്സ്, 6 കൊണ്ട് ഉപദംശം പരിക്കൂട്ടുകൾ, പിന്നെ സേചനം, അന്നം, സഹബുക്ക്, അങ്ങനെ ക്രമത്തിൽ എന്താ പറയാ അവസാനം പൂർത്തി. ഇത് ചിന്തിക്കണ്ട രാശിക്ക്. ഇപ്പോൾ ലഗ്നം കൊണ്ട് അങ്ങ് ഏതാ കാണിച്ചത്, ഗോചരേതാ കാണിച്ചത്? ബുക്തിപടി ആയിരിക്കുന്ന ഗൃഹം വ്യാഴം 2-ാം ഭാവമാടുന്നതോട് കൂടിയിട്ട് വ്യാഴം 4 ബുദ്ധിപതി ബുധനല്ലേ, 5-ാം ഭാവല്ലേ ബുദ്ധി, അങ്ങനെയാണ് ഉദ്ദേശിച്ചല്ലേ? അല്ല, 3-ാം ഭാവത്തിൽ ചൊവ്വ, മൂർത്തി അമത്രം ഭക്ഷ്യം. ശരി, ഭക്ഷ്യം. അതിന്റെ അധിപതിയായിരിക്കുന്ന ചൊവ്വ വ്യാഴത്തോട് ചേർന്നിട്ട് 4-ാം ഭാവത്തിലാണ്. ഇല്ല എന്ന് പറയാൻ വിധിയില്ല. 4-ാം ഭാവം ഇപ്പൊ നമ്മളെ അറിവിട്ടില്ല. വ്യാഴമല്ലോ വിപ്രഭോജനം ഉണ്ടായ തെളിവാണ്. വ്യാഴം തന്നെയാണ്. ആ വ്യാഴം എവിടെയുണ്ട്? ശുക്രക്ഷേത്രത്തിലാണ്. വിപ്രരാശിയിലെ വിപ്രഗ്രഹമാണ്. വിപ്രഭോജനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിപ്രരാശിയിലെ വിപ്രഗ്രഹം തന്നെ നിൽക്കുന്നത്, അല്ലാണ്ട് മറ്റു രാശിയിലെ ഗ്രഹങ്ങളല്ലല്ലോ. വിപ്രരാശിയിൽ വിപ്രഗ്രഹം നിൽക്കുമ്പോൾ ഏതോ ഒരു കാലഘട്ടം അത് പിന്നെ നിലച്ചു പോയതാണ്. അത് ഒന്ന് പുനഃപരിശോധിച്ചിട്ട് പിന്നെ ഒരാളന്മാർ ആലോചിച്ചിട്ട് ഭഗവാന്റെ വാരം അതിൻ്റെ സമ്പ്രദായങ്ങൾ പുനഃസ്ഥാപിക്കണം എന്ന് നിശ്ചയമായിട്ടും പറയുന്നുണ്ട്. ഇത് ഈ കൂട്ടിത്തൊട്ട് പോകുന്നുണ്ട് കേട്ടോടാ, അത് ശ്രദ്ധിക്കണം. പലതും ഇങ്ങനെ വേണ്ടാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിത്തൊട്ട്. ആറിലെ സൂര്യൻ ഈ 6-ലെ ശുക്രം വന്നാലേ നമ്മളൊരു ശുദ്ധം മാറാതെ ചെയ്യേണ്ട പല നിയമങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതെല്ലാം തെറ്റിപ്പോകുന്നുണ്ട് കേട്ടോ. കുട്ടിത്തൊടലും പിന്നെ ശുദ്ധതക്കുറവെല്ലാം നല്ലോണം ഇതിലുണ്ട്. ശുദ്ധം മാറാണ്ട് ചെയ്യണേ. അത് ശ്രദ്ധിക്കണം. രാമന്റെ ശുദ്ധി ഇടശുദ്ധം, വഴിശുദ്ധം, വറ്റുശുദ്ധം, നിർമ്മാണ ശുദ്ധം, ഇങ്ങനെ അനവധി 10 തരത്തിലുള്ള ശുദ്ധങ്ങൾ. ഇത് പ്രത്യേകം പാലിക്കണം. അതൊന്നും 6-ലെ പാവഗ്രഹം നിൽക്കേണ്ട പ്രശ്നത്തിൽ അശുദ്ധി സ്ഥാനത്ത് പാവനുണ്ട്. ഇല്ല എന്ന് പറയുന്നത് നമുക്കില്ല. അശുദ്ധി സ്ഥാനം 6-ാം ഭാവ. അവിടെ സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ ഭുക്തിദോഷസ്ഥിതി പിണ. ഇപ്പം ഭക്ഷ്യ വിഷയം പറഞ്ഞത് അത് പറയാൻ പറ്റുമോ? ഭക്ഷണ വിഷയത്തിൽ അശുദ്ധി നല്ലോണം വരില്ല. അതൊക്കെ നമുക്കൊരു പരിമിതികളായിട്ട് നമ്മളെപ്പോഴും കാണണം. അത് വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ പറ്റും. അതൊന്ന് നമുക്കെന്താ ഒന്ന് പുനരാലോചിച്ചൂടെ? ഒന്ന് ഇരുന്നിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിയുന്നത്ര കാലോചിതമായിട്ട്, അതിപ്പോൾ എല്ലാം നമുക്ക് മാറ്റാനായി എന്നൊന്നും വരില്ല. എന്നാലും കഴിയുന്നത്ര പാലിക്കാൻ പറ്റില്ല പാലിക്കണം. സുഗ്രാമേ പൂർണ്ണമാചാരം അന്യഗ്രാമേ തദർദ്ധകം പട്ടണേ തൽപാദം യാത്രേ ബാലവദാചരൻ. അത് നിങ്ങൾക്ക് വേണ്ടി എഴുതിയല്ലേ? അത് രാവണൻ ഇല്ലം വിട്ടാലും തൻ്റെ ഗ്രാമത്തിലാണെങ്കിൽ ആചാരം പൂർണ്ണമായിട്ട് പാലിക്കണം. വീടിയും ചായ കഴിക്കരുത്. ആ ഗ്രാമത്തിൽ നിന്ന് കഴിക്കാൻ പാടില്ല. വീടിൽ പോയിട്ട് ഇരിക്കാൻ പാടില്ല. വീടിൽ പോയി ചായ കുടിക്കാൻ പാടില്ല. സ്വഗ്രാമീയ പൂർണ്ണമാചാരം കഴിച്ചൂടാ. അന്യഗ്രാമീയ അർദ്ധകം. വീടിന് പയ്യനൊരു പെട്ടുപോയി, ഉച്ചക്കൊന്നുമില്ല, വയറ് വിശക്കുന്നത്, ഗുളിക കഴിച്ചിട്ടില്ല, തലകറങ്ങി പോകുന്നു കണ്ടാ വേഗം ഒരു ബോംബെ ഹോട്ടലിൽ കയറിയിട്ട് ഒരു ചായയും ഒന്ന് വേണമെന്ന് കഴിച്ചാൽ പട്ടണേന്ന് തൻ പാദം. അന്ന് കുറച്ചും കൂടി മോളെ ട്രെയിൻ കയറ്റാൻ കൊണ്ടുപോയത് അന്ന് അടുത്ത് ട്രെയിൻ വൈകി. ഞാൻ മംഗലാപുരത്ത് പെട്ടുപോയി, ഒന്നും ചെയ്യാൻ കഴിയില്ല. എൻ്റെ ജീവൻ നിലനിർത്തണം. അപ്പോൾ എന്ത് ചെയ്യാം? അവിടെ തൻ പാദം. ഇനി ആശുപത്രിയിൽ പെട്ടുപോയി, ഒന്നും ചെയ്യാൻ കഴിയില്ല, കിടക്കയിലാന്ന്. യാത്രയെ ബാലവതാകരിയത് കുഞ്ഞളെപ്പോലെ ചെയ്തുള്ള ഇതെല്ലാം എഴുതി വെച്ചിട്ടില്ല ബിരുദ്രാത്. അപ്പോൾ അത് അങ്ങനെ ഞാൻ അത് എന്നെ ഗൗരവമായിട്ട് പറയാം, അല്ലാണ്ട് അല്ലേ
അല്ല ഇക്കൂട്ടത്തിൽ ഇപ്പൊ ആരും അങ്ങനെ ഇതിനെ ചായ കുടിക്കാൻ യാത്ര പോയാലേ ആവില്ലോ എന്നില്ല ചിന്താഗതിക്കാരില്ല. അങ്ങനെ ഉണ്ടെന്നല്ല, ഞാൻ പൊതുതത്വം പറഞ്ഞ ഇവിടെ അല്ല, അത് ഇവിടെന്നും പറഞ്ഞല്ല അല്ലേ. നമ്മളെ വീട്ടിൽ ഇപ്പൊ യാത്ര ചെയ്യുന്ന സുഹൃത്തുക്കളെല്ലാം ചോദിക്കുക ഒരു ചായ കുടിച്ചിട്ട് വെക്കുക, വേണ്ട ഇല്ലത്ത് ഇപ്പൊ 2 മിനിറ്റ് കൊണ്ട് എത്തും, പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയും. അങ്ങനെ ഈ ആൾക്കാരാണ് അനേകം പേര് പങ്കിടുന്ന ആളാ. അതെ അതെ. പക്ഷേ ഇന്ന് വരെ ഒരു നമ്മൾ അറിഞ്ഞുകൊണ്ട് കൊടുക്കൂല. അങ്ങനെ ദൂരെ പോകുന്നെങ്കിൽ ഒരു അത്യാവശ്യം നിങ്ങളെ ഒരാളെ കൂട്ടിയിട്ട് ഭക്ഷണത്തിനായി കൊടുത്തിട്ടേ നമ്മൾ അറിഞ്ഞുകൊണ്ട് അതിന്റെ ഭാവം നമ്മളെ അത് തമാശ ഇരിക്കും, അതൊക്കെ വേറെ. പക്ഷെ ആ സമയത്ത് അതൊന്നും നിങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട്, ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല, കൂട്ടത്തിലില്ല. അതില്ല, നമ്മൾ അതിന്റെ ഒരു ഇല്ലെങ്കിൽ ഇതെന്താ അർത്ഥമുള്ളത്? ഈ പോസിറ്റീവ് എനർജി എന്ന സാധനം അതന്നെയാണല്ലോ ഈ സാധനം. ഇതിന്റെ പേര് അതിനല്ലേ, വേറൊന്നല്ലോ. ഇത് തൊട്ടുകൂടാത്തോണ്ടല്ലോ, ഈ എനർജി നഷ്ടപ്പെട്ടു പോകുന്നോണ്ടല്ലേ, അങ്ങനെയല്ലേ. അത് ഞാനതൊന്നും നിങ്ങളോട് വിസ്തരിക്കണ്ട. അതുകൊണ്ട് നിങ്ങളത് ഈ പ്രശ്നത്തിൽ പാപഗ്രഹം ആറ് നിൽക്കുന്ന പ്രശ്നമായതുകൊണ്ട് ദോഷസ്ഥിരവിന അങ്ങനെ വന്നു പോയിട്ടുണ്ടാവും. നമുക്കതൊക്കെ ഈ ഗ്രാമാചാരം ഒക്കെ നോക്കിയിട്ട് പാലിക്കണം കൃത്യമായിട്ട്. ഇതിന് പക്ഷത്തിന് ശരം നന്നായില്ല. പക്ഷത്തിന് വിടിയതല്ലേ, ശുക്ലപക്ഷം പൗർണമിയാണ്. ഓർമ്മയല്ലേ. അന്നേരം ശുഭവാരേ ശുക്ലപക്ഷേ സിദ്ധിദാത്മനാടിക. അന്നേരം ഈ വെളുത്ത പക്ഷത്തില് ഇടതുഭാഗത്താണ് ആംഗിൾ തിരുവേനി എന്തെങ്കിലും കാലവും മുഹൂർത്തവും നോക്കാതെ വല്ല പ്രവർത്തനം ചെയ്തു കൊടുക്കുക. പക്ഷേന പക്ഷതോ നമ്മള് ചില ഘട്ടങ്ങളിലൊക്കെ മുഹൂർത്തവും കാലവും തെറ്റിപ്പോകുന്നുണ്ട്. ഒരു ശുഭകർമ്മമൊക്കെ ചെയ്യുന്ന സമയത്ത് ഇന്ന സമയത്തെ ഇന്ന് പാടുള്ളൂ, ഇന്ന സമയത്ത് ഇന്ന് പാടുള്ളൂ എന്ന് കൽപ്പിതമായ നിയമം ഉണ്ടെങ്കിൽ ആ നിയമം അതനുശാസിക്കേണ്ടതുണ്ട്. അതുകൂടി ഒന്ന് പരിശോധിക്കണം. പ്രതിഷ്ഠാദി കർമ്മങ്ങളായാലും വിശേഷ കർമ്മങ്ങളായാലും അതിൻ്റെ സമയവും കാലവും, അതിപ്പം പിന്നെ നിത്യത്തിലേക്കായാലും സമയം ഉണ്ടാവില്ല. കൃത്യത്തിന് ഒരു കാര്യം പറയട്ടെ. കഴിഞ്ഞ പ്രാവശ്യം അഷ്ടബന്ധ കലശത്തിന് മുഹൂർത്തം തെറ്റാണ്. മുഹൂർത്തം തെറ്റാണ്, കൊടുത്ത തെറ്റും വന്ന മുഹൂർത്തം ഇല്ലാത്ത ദിവസങ്ങളാണ്. അന്ന് എന്നോട് ദാനമുഹൂർത്തത്തിന് അഷ്ടബന്ധത്തിലേക്ക് ദാനമുഹൂർത്തത്തിലൂടെ ഞാൻ കയറിയില്ല, ഞാൻ പോകില്ല, എനിക്ക് മുഹൂർത്തം സ്വീകാര്യമല്ല, ഞാൻ നിഷേധിച്ച. തന്ത്രിയോട് ചോദിക്കാം, തന്ത്രി വന്നാ പറയുന്നത്. തന്ത്രിയുടെ ഒപ്പം ഉണ്ടായാലും പറയും. തന്ത്രിയില്ല, ഇപ്പൊ തന്ത്രിയില്ല. ഇല്ല, അത് നമുക്കറിയില്ല. ആര് കൊടുത്തു അതൊന്നും നമുക്കറിയില്ല. ഞാൻ കൊടുത്തില്ല. അല്ല, മുഹൂർത്തം ഇനി ശ്രദ്ധിക്കണം. വീഴ്ച വന്നുപോയിട്ടുണ്ടെന്ന് കണ്ടിട്ടുണ്ട്. ഇതെനക്ക് അറിയുന്നതാണ്. പ്രായച്ചിത്തം ചെയ്തിട്ട് എന്നോട് പറഞ്ഞ് ഇരിക്കാൻ വേണ്ടി 2-3 പ്രാവശ്യം പറഞ്ഞത് നാനാട്ടം തന്നെ ഇറങ്ങി വന്നിട്ട് വിളിച്ചതാണ്. ഈ ജ്യോതിശാസ്ത്രത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ശാഖയാണ്. എനിക്ക് സ്വീകാര്യമല്ല മുഹൂർത്തം. ഈ മുഹൂർത്തം ദക്ഷിണ കാണിക്കാൻ പറ്റില്ല അല്ലേ തിരുമേനി? അല്ലേ, മുഹൂർത്ത ശാസ്ത്രത്തില് പ്രധാനപ്പെട്ട ഭാഗമല്ലേ മുഹൂർത്തം. 6 അംഗങ്ങളിൽ ഒന്നാണ് മുഹൂർത്തം. ഈ മുഹൂർത്തത്തെ പറ്റി പറഞ്ഞു. നമ്മള് ജന്മാന്തരേവി തുല്യാൽ ഫലം സസ്യാന്യേപിവ മുഹൂർത്തത്തിന് മഹാത്മ്യം പറഞ്ഞതാണ്. അപ്പോ ഒരു കർമ്മം ചെയ്യുമ്പോൾ മുഹൂർത്തം നന്നായി കഴിഞ്ഞാൽ അതിന്റെ ഗുണഫലം ജന്മാന്തരത്തിൽ കിട്ടുന്ന, ഈ ജന്മത്തിന് മാത്രമല്ല. മുഹൂർത്തം തെറ്റിയാൽ അതേപോലെ തന്നെ ഇതിന്റെ ദുരിതം കുറെ കിട്ടുന്നു. ഒരു ഉദാഹരണം എന്താ വെച്ചാൽ, ജാതക ചർച്ചയില്ലാത്ത സ്ത്രീ പുരുഷ ജാതകങ്ങളെ കൊണ്ടുവന്നിട്ട് ഈ കല്യാണം നടത്തിയേ പറ്റൂ, ഞങ്ങൾക്ക് ഇതന്നെ വേണമെന്ന് നിഷ്കർഷിച്ച് വന്നാലേ ജ്യോത്സ്യന്മാർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട നിയമം എന്ന് വെച്ചാൽ ഈ നടത്തിയിപ്പോൾ ഇതിനപ്പുറം ഞങ്ങൾ വേറെ കഴിക്കൂല, ഇതന്നെ വേണം, ജാതകം കൊണ്ട് ഒട്ടും ചേരൂല എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഉപാധി എന്നറിയോ, ഏറ്റവും നല്ല മുഹൂർത്തത്തിൽ ഈ കല്യാണം നടത്തി കൊടുക്കാൻ പറ്റും. അങ്ങനെയില്ലേ? എന്താ കാരണം അറിയോ, ഈ മുഹൂർത്തത്തിന്റെ ഗുണം കൊണ്ട് ദോഷങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നതാണ്. അപ്പോ ജന്മനാൽ ദോഷമുള്ള ജാതകത്തില് ഉപനയനം ഏറ്റവും നല്ല മുഹൂർത്തം നോക്കിയിട്ട് ഇയാളുടെ ജന്മദോഷത്തെ മുഴുവൻ പരിഹരിക്കുന്ന പദ്ധതി നിങ്ങൾക്കില്ലേ? അങ്ങനെയില്ലേ? ഉണ്ട്, അനുഭവത്തില്ലേ? ഓർമ്മയില്ലേ? ഒരു ജന്മദുരിതമുള്ള ജാതകം, ജന്മനാൽ വളരെ ദുരിതമുണ്ട്,
ഈ ഉണ്ണിക്ക് ഭാവിയിലേക്ക് അത്യധികം ആപത്തുണ്ട്, ദോഷമുണ്ട് എന്ന് കണ്ടാൽ ആ കുട്ടിയുടെ ഉപനയനം, ആ ഉണ്ണിന്റെ ഉപനയനം ഏറ്റവും നല്ല മുഹൂർത്തം നോക്കി നടത്തിയിട്ട് ഈ ദുരിതം മുഴുവൻ പരിഹരിക്കുന്ന പദ്ധതി. അപ്പൊ ഇപ്പൊ മുഹൂർത്ത മണിക്കൽ എങ്ങനെയാ ചോദിച്ചാൽ റേഷൻ പിടിയിരുന്ന മണ്ണെണ്ണ മണിക്കുന്ന അല്ല, നമുക്കെല്ലാം അനുഭവം സൗകര്യം നോക്കി ഞായറാഴ്ച ദിവസം പക്ഷെ നമുക്ക് കൈനത്ര ഇത് പിഴച്ചു പോയിട്ടുണ്ട്. പിന്നെ പക്ഷത്തിന് വിപരീതമായതുകൊണ്ട് യാതോന്നമൻ മന്ദിരാഹ പ്രസാദാദി ഗൃഹപ്രവേശനകരി പട്ടാഭിഷേകം എന്നത് ദേവതയെ സംബന്ധിച്ചിട്ട് ദേവന്റെ പ്രതിഷ്ഠാദി കർമ്മങ്ങളാണ്. അതിന് വിപരീതത്വം വന്നു പോയിട്ടുണ്ട്. നമുക്കത് ബന്ധം വന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രായശ്ചിത്വം ചെയ്തിട്ട് വില്ലയുടെ കുടുംബത്തിലെ പ്രായശ്ചിത്വം ചെയ്തിട്ട് വില്ലയുടെ കുടുംബത്തിലെ വിവാഹത്തിന് മുഹൂർത്തം നിശ്ചയിച്ചു. ഞാനും അവിടുത്തെ കാരണവർക്കും നന്നായിട്ട് അറിയുന്ന ആളാണ്. അയാളും പറഞ്ഞു ഈ മുഹൂർത്തം പറ്റൂല. ആ കുട്ടിയുടെ അഷ്ടമരാശിക്കാണ് മുഹൂർത്തം നിശ്ചയിച്ചത്. ഉത്തരത്തെക്കാലാണ് കുട്ടി മീനിന്റെ രാശിയിൽ ഇത് പറ്റൂല. അതേപോലെ ഈ വിവാഹം കഴിക്കുന്ന ആളെ അച്ഛനും ജ്യോത്സ്യരാണ്, അപ്പനും ജ്യോത്സ്യരാണ്. കാരണം ഇത് എങ്ങനെയെങ്കിലും കൂടി ഒത്തുകിട്ടണ്ടേ കേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് വിവാഹം ഉണ്ടായത്. ആടുന്ന് 6ാമത്തെ കൊല്ലം അയാള് മരിച്ചു. അപ്പോൾ മുഹൂർത്തം നമുക്ക് ദോഷമുണ്ട്. ആ കുട്ടി ഇന്ന് എന്നെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ട്, ഭർത്താവിൻ്റെ ജോലി. ഇതധികം വഴക്കുന്നതായിരുന്നല്ല കൃഷ്ണമാഷ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ദുരിതം ഇതിലുണ്ട്. അപ്പോൾ ആ മുഹൂർത്തത്തിൻ്റെ ദോഷം നന്നായിട്ട് അപ്പോൾ അത് പക്ഷം വിപരീത പക്ഷത്തിലായി എന്നുള്ളത് ദോഷം തന്നെയാണ്. ഇനി അടുത്തത് മുഹൂർത്തായി പക്ഷായി സമാഹിതേന സമയ ദേശ വായുദശ ആ സമയത്ത് ശ്വാസമുള്ളൊരു ഭാഗത്ത് ദൂതൻ നിരജയിലോ വർദ്ധിക്കും കാര്യമായി ദൂതൻ എന്ന് വെച്ചാൽ ഈ പ്രസ്താവിന് കാര്യങ്ങൾ പ്രസ്താവിനക്കാർ അറിയിക്കാൻ പോയ ആൾക്കാർ, അതാ ദൂതന്മാർ. ആ ദൂതൻ അതിലെ പ്രധാന ദൂതൻ ഈ ദൈവജ്ഞന്റെ വലതുഭാഗത്ത് നിന്നിട്ട് ശ്വാസം പരിശോധിക്കുമ്പോൾ വലതുഭാഗത്ത് നിന്ന് ശ്വാസം വന്നുകൊണ്ട് ഞങ്ങളുടെ ഭാഷയിൽ പറയും ഒരേ ദിശയിലാ രണ്ടാളും, ദൂതനും ശ്വാസവും ഒരേ ദിക്കിൽ വന്നു. അങ്ങനെ വന്നാൽ ഭാവിയിലേക്ക് ക്ഷേത്രാഭിവൃദ്ധി ഉണ്ടാവുമെന്നും ശ്വാസമുള്ള ഒരു ഭാഗത്ത് വർദ്ധിക്കും കാര്യമായുസ്സും ആയുസ്സും അഭിവൃദ്ധികളൊക്കെ ഭാവിയിൽ ഉണ്ടാവും. അത് മേൽക്കുമേൽ വർദ്ധിക്കും. അത് മറിച്ചാണ്ട് ദോഷമാണ്. ഒരു ഭാഗത്ത് ദൂതന് ഒരു ഭാഗത്ത് ശ്വാസവും വന്നാൽ അത്യന്ത ദോഷമാണെന്ന് പറയാം. നമുക്ക് ഇവിടെ അനുകൂലമായിരിക്കും. ഞായറാഴ്ച ശ്വാസം അനുകൂലമായതുകൊണ്ട് എന്തായിരിക്കും ഫലം എന്നാ പിന്നെ ചിന്തിക്കേണ്ടത്. ആണ് പ്രതികൂലമായാലേ പറയുന്നല്ലോ. വപുർവേദന ശീതാംശോ കലഹം കുജസ്യ മരണം ദുരപ്രയാണം വിധം. ആണ് അനുകൂലമായിട്ട് വന്നുകൊണ്ട് വപുർവേദന, ശരീരത്തിന് വേദനയില്ല, അംഗങ്ങൾക്ക്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഗുണമല്ലേ? ഇന്ന് ഗുണം. അപ്പൊ ദേവൻ ഇന്ന് കാണുന്ന സാക്ഷാൽ ഭഗവാന്റെ സ്വരൂപം ശക്തിമത്താണ്. അതിലുണ്ടാവുന്ന ഇന്നലെ കണ്ട പ്രതിഷ്ഠാവിധമായ ചൈതന്യത്തിന്റെ ആ വിഷയങ്ങൾ മാത്രം പരിഹരിച്ചിട്ട് നേരെയാക്കേണ്ടതുണ്ട് എന്ന് ദേവന്റെ ശരീരോപാധികൾക്കൊന്നും കേടില്ല എന്നും അത് ഈ 5ാം ഭാവം ദുന്ദരാശിയായിട്ട് വന്നാലേ 2 പദാർത്ഥങ്ങൾ ചിന്തിക്കണ്ടേ നമുക്കവിടെ ഉണ്ടാവില്ലേ? വിഷയത്തന്നെ ഈ സാക്ഷാൽ തന്നെ 2 ഉണ്ടാവില്ലേ? കലമജലഞ്ചാന്നുള്ള വേണ്ടേ? ഈ ബിംബഭാവത്തില് ഈ 3ാം ഞാൻ ചോദിച്ചല്ല, ഉണ്ട് ദുന്ദരാശിയായിട്ട് വന്നു. സ്ഥിരപ്രതിഷ്ഠയും അതെ, ബിംബം ചലനത്വാത് എന്ന നിയമത്തിലേ അതുണ്ടാവല്ലോ. ആ ഭാവം ചിന്തിക്കുന്ന സമയത്ത് അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അല്ല, അവിടെ വല്ലതും വേറെ ഉണ്ടോ? അവിടെ ഇതോ വേണ്ടത്. 5ാം ഭാവത്തിൽ 2 ഗ്രഹങ്ങളാണ് ഉള്ളത്. അവിടെയാണ് ഒന്ന് സാളഗ്രാമമായിട്ടും ഒന്ന് ചൊവ്വയാണ്. അതെന്താണ് ചിന്തിക്കേണ്ടത്? അല്ലേ, സാളഗ്രാമശിലാം മുധേന. ഈ ചൊവ്വയായതുകൊണ്ടും ത്രികോണഗജ്ഞേ വിവലൈഹി തദോപരൈഹി മുഖാംഗ്രഹസ്ഥേ ദ്വിഗുണസ്തദാ ഭവേത്. ത്രികോണഗജ്ഞൻ ത്രികോണകനായിട്ട്
വിവലേഹി സ്തതോപരേഹി അപരേഹി വിവലേഹി ബുധൻ മറ്റ് ഗ്രഹങ്ങളെക്കാട്ടിൽ ബലവത്തായിട്ട് മറ്റു ഗ്രഹം ബലഹീനായിട്ട് മറ്റാളവിടെ നിൽക്കുന്നെങ്കിൽ മുഖാംഗൃഹസ്ഥേ ദ്വിഗുണ, മുഖം അംഗൃഹസ്ഥങ്ങൾ ദ്വിഗുണങ്ങളാണ്. ഈ മൂലബിംബത്തിന്റെ അതിനനുസരിച്ച് എന്തെങ്കിലും ഭേദഗതിയുള്ള ഈ മറ്റു ബിംബം ഉണ്ടോ? രണ്ട് സാധനങ്ങളായിട്ട് അങ്ങനെ ദ്വിഗുണസ്ഥതാഭവേത് അതൊന്നുമില്ല. ഒന്നെ ഉള്ളൂ. വലിയുമോ ഇതും അത്രയല്ലേ? അതാണ്ട് സാളഗ്രാമങ്ങൾ അത് അപ്പുറത്തായില്ല. അല്ല, ഈ ബലിബിംബത്തിന് എന്തെങ്കിലും ചില കേടുപാടുണ്ടോ? ഇല്ല, ഒന്നുമില്ല. കലശത്തിന് ശേഷമല്ലേ അങ്ങോട്ട് മാറ്റിയത്? അല്ലല്ല, ആ പഴയ കാലത്ത് ഇടിയുണ്ടായിരുന്നു. ഇത് വീണ് പോയി ഒരിക്കലും എപ്പോഴെങ്കിലും ഇല്ല. ഒരു എന്തായിരിക്കും അതിലൊരു ചൊവ്വയുടെ നവാംശം വന്നുകൊണ്ട് അങ്ങനെ വ്യത്യസ്തേ ഭാവയുക്തേ സതി സാളഗ്രാമം മുമ്പേ ഉണ്ടായിരുന്നു. അത് ഭഗവതി അടുത്തേക്ക് മാറ്റി. പഴയ കാലത്ത് ഇടിയുണ്ടായിരുന്നു. അത് ശരി. ഇവിടെ സാളഗ്രാമം ഇതെല്ലാം അതുണ്ടായിരുന്നു. അത് പിന്നെ അങ്ങോട്ട് ഭഗവതിയുടെ മാറ്റി. അത് പഴയ കാലത്ത് തന്ത്രി പറഞ്ഞിട്ട് മാറ്റിയതാണ്. അത് കുറെ വർഷമായി. ഈ ബലിബിംബത്തിനുണ്ടാകുന്ന ശുദ്ധിക്കുറവും അതിന്റെ വിഷയവും കൂടെ ഒന്നീ കൂടത്തിൽ നേരെയാക്കണം. അങ്ങനെയാണെങ്കിൽ ഒന്നുമില്ല. ശുദ്ധിക്കുറവിന് ഉണ്ടെങ്കിൽ നമുക്കതിന്റെ പരിചരണം നേരെയാക്കാം. പക്ഷെ അതിൽ ബുധന് ബലമുണ്ട്. പക്ഷെ ചൊവ്വാബന്ധമുള്ളതുകൊണ്ടേ ഒരു സംശയമുള്ളൂ, മറ്റൊന്നും വേണ്ട കേട്ടോ. ചലമചലഞ്ച. പിന്നെ ശുക്രനെ സംബന്ധിച്ചിട്ട്, ശുക്രനാവുന്ന ഗണപതിയെ സംബന്ധിച്ചിട്ട് ബിംബസ്ഥാനം, അതിന്റെ ബിംബസ്ഥാനം 5-ാം ഭാവം, അവിടെ ഗുളിക നവാംശരം, ചൊവ്വാദൃഷ്ടി. നല്ലോണം വിഷമമുണ്ട് കേട്ടോ. ഈ നിലവിധാനത്തില് നല്ലോണം കേടുപാടുണ്ട്. ഈ ഗണപതിയുടെ ഉള്ളിലെ ഭൂമി സംബന്ധിച്ചാൽ വളരെ ജീർണതയിലാണ്. അതിന്റെ മുഴുവനും ജീർണിച്ചിട്ടുണ്ട്. ഈ ഗുളിക ഈ അഥവാ ഗണപതിയുടെ പ്രാസാദവും അതിന്റെ മേലെ വെള്ളം ചോരുന്നില്ല, ചോർച്ചയൊന്നുമില്ല. പക്ഷേ ഒന്നും കയ്യൊന്നും പോവൊന്നും ചെയ്യില്ലല്ലോ. ശ്വാസകാരകനായിരിക്കുന്ന ചന്ദ്രന് പാപയോഗം വരികയും പാപഗ്രഹത്തോടുകൂടി അംശിച്ച് ഉച്ചാംശത്തിൽ നിൽക്കുക. അതാ പിന്നെ ഇത് ഈ രണ്ട് നാഥന്മാരാണല്ലോ അല്ലെ? 3 നാഥന്മാര്. ഇടാ വാമാഭവനാടി സോമസ്യ ദക്ഷിണ സൂര്യനാണ്. ഇടാവാമാഭവനാടി സോമസ്യ. ഇടത്തെ നാടി സോമന്റേതാവുന്നു, വലത്തെ നാടി സൂര്യൻ്റെതാവുന്നു, മധ്യമ അഗ്നിന അഗ്നിയാവുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ നാടീകാരകൻ സൂര്യനാമോ അംശം സൂര്യനാണ്. ആ സൂര്യൻ ഇന്ന് 6-ാം ഭാവത്തിലാണ് ഉള്ളത്. അവിടെയാണ് 6-ാം ഭാവ കാരകന്റെ ക്ഷേത്രത്തിലാണ് ആ ശുക്രന്റെ സ്ഥിതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഭവനവനാഥ ഗുണേ വിചിന്തനീയാന്നിരിക്കുമ്പോ ഈ ഏറ്റവും നമുക്ക് പരിചരണത്തിലും കാര്യത്തിലും ഇന്ന് ശ്രദ്ധക്കുറവ് വരുന്നത് ഗണപതിയുടെ കാര്യം തന്നെയാണ്. ആ ഗണപതിയുടെ നിവേദ്യാദി വിഷയത്തിലായാലും അതിനുള്ളിലെ ശുദ്ധീകരണവും ശരിക്കും പറഞ്ഞാൽ ഭഗവാനെ ശ്രദ്ധിക്കുന്നില്ലേ സംശയിക്കണം. തീരെ അങ്ങോട്ടും അങ്ങനെ തീരെ ഒരു ഇങ്ങനെ. പക്ഷെ ഇത് ശ്രദ്ധ കുറവൊന്നുമില്ല. പക്ഷെ നിവേദ്യം രാവിലെ നല്ലോണം കാണേണ്ടതാണ്. ഇതിന് പോരായ്മയുണ്ട്. ഇതിന് പ്രിയ സംസർഗം അത് നവീകരണാദി വിഷയത്തിൽ വളരെ ശ്രദ്ധ കൊടുക്കുന്ന ഒരു കാര്യം ഗണപതിയുടെ കാര്യത്തിലാണ്. നല്ലോണം അഷ്ടമത്തിൽ രാഹു വന്നാൽ അവിടെ എന്തോ ഈ ഉള്ളില് ദ്വാരം ഉണ്ടായിപ്പോയോ മലിനപ്പെട്ടു പോയോ, ഈ രാഹുസ്തു വിലപ്രദേശം, ഈ നിലത്തിന് അങ്ങനെ ഒരു അല്ല ആടാ മുമ്പ് കുമ്മായിലിട്ട് വെച്ചാൽ വടിയിലോട്ടുണ്ടോ പറയാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും സിംഹേ വനേ അപ്പൊ അതിനുള്ള ചെറിയ ഉണ്ട് കേട്ടോ. ശരിക്കൊരു മാലിന്യം നല്ലോണം ഇതിനുള്ള തങ്ങിടക്കുന്നുണ്ട്. ഒരു ശോധന എന്തായാലും സമൂല പരിശോധന ചെയ്തിട്ട് ശോധന വേണം. സന്തോഷമായി. അതില് 2 കാണുന്നുണ്ട്. ഗണപതി തന്നെ അത് വേറെ വന്നതാണോ? അല്ല 2 സാധനം കാണിച്ച് ദിവാരത്തുണ്ട്.
ആ ശുക്രൻ വ്യാഴത്തോട് നവാംശകം ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് അത് വന്നുപെട്ടതാ കേട്ടോ. സ്വക്ഷാംശവും സ്ഥിരസമയ സഹജം, അന്യത ആഗന്തുക. ഈ സ്വക്ഷാംശത്തിലെ സ്ഥിരസമയം കൊണ്ട് ഇത് സഹജവും മറ്റേത് ആഗന്തുകാണ്. ദൈവജ്ഞ പ്രചുരാലയ, ഒരു പ്രചുരാലയത്തിൽ പൂജിച്ചപ്പെട്ട പ്രചുരാലയ ക്ഷേത്രേഹി, ഒരു പ്രസിദ്ധമായ ഇല്ലത്ത് പൂജിച്ചൊരു ഗണപതി ഈ കൂട്ടത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അതുണ്ട് 2 ഗണപതി ഉണ്ടല്ലോ, ഒന്നല്ലേ ഇവിടെ പ്രതിഷ്ഠയില്ല, ഒന്നായാലും അപ്പുറം വെക്കല. അത് ഇവിടുന്ന് വന്നാൽ നമുക്ക് പറയാൻ പറ്റില്ല. പണ്ടേ ഉണ്ട്, നമ്മൾ കണ്ടോണ്ട് അതെ. അതാണ് അങ്ങനെ വെക്കുന്നേയില്ല, അത് പ്രതിഷ്ഠയായിട്ടില്ല. പിന്നെ മേലിങ്ങനെ ഈടത്തമ്മിൽ വെക്കല. ഈ സാക്ഷാലിന് ഭീരത്വം കൊടുക്കുന്നതാണ്. ഇത് സാക്ഷാലുള്ളതും നവാംശകൻ ചന്ദ്രൻ ത്രിംശാംശകം വ്യാഴം, ദ്വാദശാംശകം 4.5, പിന്നെ അത് വ്യാഴമാണ്. ഒരു കാലഘട്ടം മനസ്സിലാക്കി നോട്ടീസെല്ലാം കൊടുത്തിട്ട് ആ ഗണപതിയാണെന്ന് മാറ്റമൊന്നും വേണ്ട കേട്ടോ. യഥാപൂർവ്വം പോലെ അങ്ങനെ മുന്നോട്ട് സർക്കാരം അതിനെക്കൊണ്ട് ദോഷമൊന്നുമില്ല. അത് അങ്ങനെ മുന്നോട്ടേ അത് വ്യാഴത്തോട് നിൽക്കുന്ന ഗ്രഹമായതുകൊണ്ട് നമുക്ക് ഒരു ശുക്രന്മാർ ഏകസ്ഥന്മാരായിട്ട് നവാംശകം ചെയ്തപ്പോൾ ഒരു ദോഷഫലത്തെ ആചരണ വിധിക്കുന്നില്ല. സുബ്രഹ്മണ്യായിട്ട് ബന്ധമുണ്ടോ? അത് ആളുകളൊക്കെ ബന്ധമാണോ? അല്ല, അങ്ങനെയാണെങ്കിൽ ശുക്രന്റെ നവാംശകത്തിലേക്കാണെന്ന് നോക്കാം. നവാംശകം 3-9 ചില്ലറ നോക്കാം. കുടം വെച്ചിട്ട് ഒന്നുകൂടി തീർന്നോട്ടെ. 4-10-48 4-10 പോട്ടെ. എന്താ വേണ്ട? 4-36 അല്ലേ? നവാംശസ്പ്രല്ലേ ഉണ്ട്. 10 ആക്കിയാ മതിയാ. 4-9 4-36 72 കർക്കിടക അതിന്റെ വർഗം വെച്ചാല് ആ ചന്ദ്രൻ തന്നെയാണ് ദ്രേക്കാണനാഥൻ. ചന്ദ്രൻ ചന്ദ്രൻ തന്നെയാണ് ഹോരാനാഥൻ ചന്ദ്രൻ. നവാംശകം 6 നരാംഗഭൂതം പോല മൂന്നാമത് ബുധൻ. ബുധന്റെ നവാംശകം. ത്രിംശാംശകം ശുക്രൻ 5, ബുധൻ 7 ശുക്രോ ബുധോ ബുധൻ. ദ്വാദശാംശകം 2, 5, 7 മൂന്നാമത്തെ ബുധൻ. ക്ഷേത്രം ചന്ദ്രൻ. പരിപൂർണ സുബോർഗ അല്ലെ? ആ ഗണപതി നമുക്കതില് ഒരു ബുദ്ധിമുട്ടാക്കുന്ന ആളല്ല. നമുക്കൊരിക്കലും ഇതിപ്പോ ഇവിടെ സ്ഥായിയായിട്ടുള്ള ആളാണ് സ്ഥിരരാശി എന്നാള് ഈ ശുക്രനാവട്ടെ ആഗന്തുകമായിട്ടുള്ള. അപ്പൊ ഈ 2 വിഷയം ചിന്തിച്ചതിന് ആ വന്നുചേർന്ന ഗണപതിയെ സംബന്ധിച്ച് ദോഷങ്ങളിൽ ദൂരാളിൻ്റെതാണത്. 9ാം ഭാവാധിപനോട് ചേർന്ന് അംശയിച്ചതാണ്. അതിന് ഈ സുബ്രഹ്മണ്യന്റെ ബന്ധമുണ്ട്. ശുഭ 11 ഉത്തമന്ത ത്രിവിർവർഗേ
ചന്ദ്രന്റെ വർഗങ്ങൾ 3 3 കിട്ടി കിട്ടിയല്ലേ? ഉത്തമന്തു ത്രിവർഗൈക്യം. ത്രിവർഗൈക്യം ഉത്തമാംശകം. ഉത്തമാംശകം എന്നതിന് പേര് പറയാം. എന്തായി ഉത്തമാംശത്തിന് പറഞ്ഞാൽ ആര്യാനർപ്പഗുണർക്ക് പാരിജാതാംശകസ്ത്വാചാരം വിനയാന്വിതം ഉത്തമാംശസ്ഥിത. ആചാരം വിനയാന്വിതം ച നിഗുണം ഉത്തമാംശസ്ഥിത. വിനയാന്വിതം ച നിഗുണം. വിശേഷകാലത്ത് എന്തെങ്കിലും കിട്ടണം ഒന്നുമില്ലാന്നോ അല്ലേ? ഇല്ല, അപ്പുറം പച്ചിട്ട് വലിയ പൊതിയുള്ളൂ. അതായത് മഹത്തായ സ്ഥാനത്താണ്. നമുക്കൊരു പ്രബലമായ ഇല്ലത്തിന് വന്നതാണ്. അതിനെ അവഗണിക്കേണ്ടതല്ല. കാരണം ഈ വർഗബലം, ഗ്രഹങ്ങളുടെ വർഗബലം പ്രധാന. ഞങ്ങളുടെ സന്ദേഹം വന്നാൽ അത് വർഗം വെച്ചിട്ടാരില്ല എങ്ങനെ കണക്കാക്കും? അതൊരു മുഴുവൻ ശുഭവർഗം. ശുഭവർഗേ ലഗ്നഗതേ ലഗ്നേവ സൗമ്യവർഗമായാതെ അഭിമാനസിദ്ധി. ഞാനൊരു ശല്യക്കാരനല്ല, എന്നെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല, ഏത് കാലം വരെ ഞാനിവിടെ ഇരുന്നോളാന്ന് പറയുന്ന ആളാണ്. ഗണപതി മാത്രം അങ്ങനെ വരുമോ? ഗണപതി മാത്രം വരില്ല. ഇപ്പം ചിന്തിക്കുന്ന ആ ഗണപതിയെ സംബന്ധിച്ച് ബുദ്ധിമുട്ടില്ല. അങ്ങനെ കൂടെ നമുക്ക് ഉണ്ടാവും. ബന്ധം വന്നാൽ അതിന്റെ സപ്തമാംശം ശനിയാണ്. സപ്തമാംശം ശനിയില്ല അല്ലേ? ഉത്തമന്തു ത്രിവർഗൈക്യം. ചന്ദ്രന്റെ വർഗ മൂലം കിട്ടിയതല്ലേ? കൂടെ ഉണ്ടാവും. പക്ഷെ അതില് പിന്നെ ഈ ഒരു ചന്ദ്രന്റെ ബന്ധം അധികരിച്ച് വരുമ്പോ ആ ഇല്ലത്ത് ഒരു പരദേവതാബന്ധം ഉണ്ട് ഇതില്. അതിന് ആചരണം ഉണ്ടാവും. അതിന് ഇവിടെ നമുക്ക് തക്കാലം ചിന്തിക്കണ്ട. നമുക്ക് ഇവിടെ ഉപദ്രവാരിയായിട്ടൊന്നുമില്ല. കേട്ടോ, മാറ്റാൻ നിൽക്കണ്ട. ഈ ഒന്നും കണ്ട ബുദ്ധിമുട്ടിക്കൂലെന്ന് കണ്ടിട്ടുണ്ട്. കാരണം വർഗബലം അല്ലേ? എന്നെ ശുഭവർഗം അല്ലേ? ഭക്ഷണം ഒന്നായ എണീക്കാം. എങ്ങനെ വരുമ്പോഴേ ശുഭവർഗേ കുറച്ചായാലും